ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 63ാമത്തെ സെഷനാണല്ലോ ഇത്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ 2ാം പ്രമാണത്തിൻ്റെ വിചിന്തന പശ്ചാത്തലത്തിൽ നാം ഓരോരുത്തരുടെയും ഭവനങ്ങൾ ദൈവത്തിൻ്റെ തിരുനാമം നിറഞ്ഞ് കുടികൊള്ളുന്ന ദൈവ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ മഹത്വവും സംഭോജ്യം നൽകപ്പെടുന്ന ഇടങ്ങളായി അല്ലെങ്കിൽ ഗാർഹിക ദേവാലയങ്ങളായിട്ട് ആയിരിക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും അവിടെ പൈശാചികമായ സാന്നിധ്യ സ്വാധീനങ്ങൾക്ക് ഇടം കിട്ടുന്നുണ്ട്, അവസരം കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ ദൂരീകരിക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ള ചിന്തയിൽ നമ്മൾ കാണുകയുണ്ടായി. ദൈവം നല്ല ഈശോ സഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ സഹായങ്ങൾ, വീട് വെഞ്ചരിപ്പ്, അതിൻ്റെ സാധാരണമായ ക്രമത്തെപ്പറ്റി നമ്മൾ കണ്ടു. അതിൻ്റെ പ്രത്യേകമായ രീതിയിൽ പൈശാചിക അരുവികളുടെ ദുസ്വാധീനങ്ങളെ ഇടപെടലുകളെ ദൂരീകരിച്ചുകൊണ്ടുള്ള ദുഷ്ടാരുവികളെ വിലക്കിക്കൊണ്ടുള്ള വീടുവെഞ്ചരിപ്പിൻ്റെ ക്രമം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ അതിനും ഉപരിയായിട്ട് രൂപത അധ്യക്ഷന്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരമുള്ള വീട് വെഞ്ചരിപ്പ് നടത്തുന്നതിനെ കുറിച്ച്, അത് ആവർത്തിച്ച് 2-3 വർഷം നടത്തുന്നതിനെ കുറിച്ച് അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യം കരുത്ത് നമ്മൾ അത് ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ഈ സെഷനിൽ ഈ സെഷനും ഏതാനും സെഷന് മുന്നോട്ട് നമ്മൾ സഭയിലൂടെ ദൈവം നമുക്ക് ഔപചാരികമായി നൽകിയിരിക്കുന്ന ഈ വിധ ആത്മീയ സഹായങ്ങൾക്ക് പുറമെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അവലംബിക്കാൻ സാധിക്കുന്നതും നമ്മളെല്ലാവരും അറിഞ്ഞ് അവലംബിച്ചിരിക്കേണ്ടതുമായ നമ്മുടെ ഭവന അല്ലെങ്കിൽ ഭൗതിക ജീവ സാഹചര്യ വിശുദ്ധീകരണ മാർഗങ്ങളെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കുകയാണ്. അതിന് പശ്ചാത്തലമായിട്ട് വേദപാരംഗതയായ വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥയായ നവമാലികയിൽ പങ്കുവെക്കുന്ന ഒരു ചെറിയ അനുഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലാണ് കൊച്ചുത്രേസ്യ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഈ ഒരു അനുഭവം പങ്കുവെക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ഏകദേശം 4 വയസ്സുള്ള അവസരത്തിൽ എനിക്കുണ്ടായ ഒരു സ്വപ്നം ഓർമ്മിക്കുന്നു. എൻ്റെ മനസ്സിലത് ആഴമായി പതിഞ്ഞു കിടക്കുകയാണ്. ഒരു രാത്രി ഞാൻ തനിയെ ഉദ്യാനത്തിൽ സഞ്ചരിക്കുന്നതായി എനിക്ക് തോന്നി. അവിടെ എത്തുന്നതിന് മുൻപ് കയറേണ്ട നടയുടെ ചുവട്ടിൽ ചെന്നപ്പോൾ ഞാൻ പേടിച്ച് നിന്നുപോയി. എൻ്റെ മുൻപിൽ മരച്ചുവട്ടിലെ ഇരിപ്പിടത്തിനടുത്ത് ഒരു കുമ്മായ വീപ്പയുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഭയങ്കര രൂപികളായ 2 കുട്ടി പിശാചുക്കൾ. പാദങ്ങളിൽ ഇസ്തിരിപ്പെട്ടികളാണ് ധരിച്ചിരുന്നതെങ്കിലും, ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ അതേപ്പറ്റി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അവർ ധരിച്ചിരുന്ന ഇരുമ്പ് ചെരുപ്പുകൾ ഇസ്തിരിപ്പെട്ടികളെ പോലെ തോന്നിയത് കൊണ്ടായിരിക്കണം ഇസ്തിരിപ്പെട്ടികൾ എന്ന് കൊച്ചുത്രേസ്യ എഴുതിയത്.
എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടിക്കുറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇസ്തിരിപ്പെട്ടികളാണ് ധരിച്ചിരുന്നതെങ്കിലും വിസ്മയകരമായ മെയ്വഴക്കത്തോടെ നൃത്തം ചെയ്തിരുന്നു. അവർ പെട്ടെന്ന് തങ്ങളുടെ തീ കണ്ണുകളെ എൻ്റെ നേർക്ക് അയച്ചു. അതേസമയം എന്നേക്കാൾ അധികം ഭയചകിതരെന്നോണം അവർ ബേപ്പയുടെ ചുവട്ടിലേക്ക് ചാടി നേരെ മുൻപിലുണ്ടായിരുന്ന അലക്കുമുറിയിൽ ഓടി ഒളിച്ചു. അത്ര അല്പം ധൈര്യമേ അവറ്റകൾക്കുള്ളല്ലോ എന്ന് കണ്ട് അവർ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഞാൻ ജനലിനടുത്തേക്ക് ചെന്നു. നിസ്സാരരായ ആ കുട്ടി പിശാചുക്കൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയുവാൻ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ അവർ മേശപ്പുറത്തുകൂടെ ഓടുകയാണ്. ഇടയ്ക്കിടെ ജനലിനടുത്ത് വന്ന് ഞാൻ അവിടെയുണ്ടോ എന്ന് അസ്വസ്ഥ ഭാവത്തോടെ നോക്കും. എന്നെ അവിടെ എപ്പോഴും കണ്ടതിനാൽ നിരാശരെന്നോണം വീണ്ടും ഓട്ടം തുടങ്ങും. ഇത്ര എഴുതിയിട്ട് ബ്രാക്കറ്റിന്റെ കൊച്ചുരഹസ്യ തുറന്ന് എഴുതിയിരിക്കുകയാണ്. ബ്രാക്കറ്റിനകത്ത് ഈ സ്വപ്നത്തിൽ അസാധാരണമായ യാതൊന്നുമില്ലായിരിക്കാം, എങ്കിലും ഞാൻ അത് ഓർത്തിരിക്കാൻ നല്ല ദൈവം അനുവദിച്ചത് വരപ്രസാദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാത്മാവിന് പിശാചുക്കളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തുവാനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കൺമുൻപിൽ നിന്ന് ഓടിക്കളയാൻ വിരുതുള്ള ഭീരുക്കളാണല്ലോ അവർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ അലൻസോൺ എന്ന പേര് കൊടുത്തിരിക്കുന്ന അധ്യായത്തില് തന്റെ ബാല്യകാല അനുഭവങ്ങൾ ഓർത്ത് കുറിക്കുമ്പോൾ അവർ എഴുതുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നല്ലോ, 24 വയസ്സ് ഉള്ള അവസരത്തില് മരണത്തിലേക്ക് ഇങ്ങനെ ഊർന്നു പോകുന്ന ക്ഷയരോഗം ബാധിച്ച് കിടപ്പായിരിക്കുമ്പോൾ അപ്പോൾ മഠത്തിന്റെ അധിപ ആയിരിക്കുന്ന സഹോദരി ആവശ്യപ്പെട്ടിട്ട് ആത്മകഥ എഴുതുമ്പോൾ അവർ പറയുകയാണ്, ബാല്യകാലത്തെ പറ്റി പറയുമ്പോൾ ഒരു സംഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കാൻ ദൈവം അനുവദിച്ചതിന് പ്രത്യേക ഉപദേശത്തോടുകൂടി ആയിരിക്കണം. അതുകൊണ്ട് ഞാനതൊക്കെ പങ്കുവെക്കുകയാണ്. എന്തിനാ പങ്കുവെക്കുന്നതെന്ന് കൊച്ചുരേസ്യക്ക് വലിയ വ്യക്തതയില്ല. അതുകൊണ്ട് പങ്കുവെച്ച് കഴിയുമ്പോൾ കൊച്ചുരേസ്യ ബ്രാക്കറ്റ് ചില കാര്യം ഒരു കമന്റ് കൂടി ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ സംഭവം സ്വപ്നം വ്യക്തമാണല്ലോ. അപ്പൊ നിസ്സാരയായ ഒരു 4 വയസ്സുകാരി പെൺകുട്ടിയുടെ മുൻപില് ഭയന്നോടുന്ന കുട്ടിപ്പിശാചുക്കളെ കൊച്ചുരേസ്യ സ്വപ്നത്തിന് കണ്ടു. അത് ഓർത്തിരിക്കുന്നു. അതേക്കുറിച്ച് കൊച്ചുരേസ്യക്ക് തന്നെ ഉള്ളിൽ കിട്ടിയ ഒരു വിശദീകരണം, ഒരു വ്യാഖ്യാനം, അതും അവർ നൽകിയിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രസാദപരാവസ്ഥയില് അല്ല വരപ്രസാദത്തില് അല്ല ദൈവ സാന്നിധ്യ അനുഭവത്തില് സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മാവിന് പിശാചുക്കളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്താനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്വപ്നം എനിക്ക് അനുവദിച്ചത്. അപ്പൊ നിസ്സാരയായ ഒരു കുട്ടിയായിരുന്നിട്ട് പോലും 4 വയസ്സുകാരുടെ മുൻപില് ഈ കുട്ടി പിശാചുക്കളെ ഭയന്നോടി. അവര് വീപ്പപ്പുറത്തും ചാടി ഇറങ്ങിയിട്ട് ഓടി അലക്കുമുറി കയറി ഒളിച്ചെന്ന് മാത്രമല്ല, ഈ കൊച്ചങ്ങോട്ട് വരുന്നുണ്ടോ നോക്കിക്കൊണ്ട് അവർ പേടിച്ചിങ്ങനെ എത്തി നോക്കുന്നു. കൊച്ചുരേസ്യ അവിടെ ജനാലെ കൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ട് അവർ വല്ലാതെ ഭയന്ന മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അങ്ങനെ സ്വപ്നമാണ്. അപ്പൊ കൊച്ചുരേസ്യ ഈ സ്വപ്നത്തെ കുറിച്ച് പറയുന്ന ഈ വ്യാഖ്യാനം നമുക്ക് പ്രസക്തമാണ്. നമ്മൾ ഈ വിചിന്തനത്തില് നമ്മുടെയൊക്കെ ഭവനങ്ങള്, ഭവന പരിസരങ്ങള്, പറമ്പുകള്, വസ്തുവകകള്, ഭൗതികമായ ജീവിത സാഹചര്യങ്ങള്, അവയിലൊക്കെ പൈശാചികമായ സാന്നിധ്യങ്ങള്, സ്വാധീനങ്ങള്, ഇടപെടലുകള്, കെണികള് ഒക്കെ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ സെഷനുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിന് അവകാശം കിട്ടിയ സ്ഥലങ്ങൾ എന്ന് പറയാൻ മാത്രം കട്ടിയായ സാന്നിധ്യമുള്ളതും പിന്നെ പിശാചിന് അനുകൂലമായ സാഹചര്യം ആവർത്തിച്ചുള്ള പാപങ്ങൾ വഴിയോ കട്ടിയായ പാപത്തിന്റെ ആത്മഹത്യ പോലെയുള്ള സംഭവങ്ങൾ വഴിയോ മദ്യപാനം മുതലായ പോലെ ഉള്ള വഴിയായിട്ടൊക്കെ വന്ന് ഭവിച്ചിരിക്കുന്നത് നമുക്കൊരു എതിർ അനുഭവമായിട്ട്, നമുക്കൊരു പ്രതികൂല സാഹചര്യമായിട്ട് നിലകൊള്ളുന്നതിന് നമ്മൾ നല്ല ബോധ്യമെടുക്കുകയുണ്ടായി. തിരുശേഷിപ്പുകളും ദുർശേഷിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മുടെ വീടുകളെ പറമ്പുകളെ വിശുദ്ധീകരിച്ചെടുക്കാനായിട്ട് സഭയുടെ ഔദ്യോഗിക വെഞ്ചരിപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനു പുറമെ ഈ പൈശാചികമായ സ്വാധീനങ്ങളെ കെടുത്തിക്കളയാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് നമ്മൾ പ്രസാദപര അവസ്ഥയിൽ നിലകൊള്ളുക എന്നുള്ളത്. ലൂക്കാ 10:19 ഞാൻ ആവർത്തിച്ചു, ആവശ്യം പോലെ ആവർത്തിക്കുന്നുണ്ട്. ആ വചനത്തിന്റെ കരുത്ത് നല്ലതുപോലെ നമ്മുടെ ഉള്ളിൽ പതിയേണ്ടതാണ്. പാമ്പുകളുടെ, തേളുകളുടെ, ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ആ വചനത്തിന്റെ മനോഹരമായ ഒരു യാഥാർത്ഥ്യവൽക്കരണമാണ്, ഒരു സാക്ഷാത്കാരമാണ്, ഉദാഹരണമാണ് നമ്മൾ കൊച്ചുരേസ്യയുടെ അനുഭവത്തിൽ കാണുന്നത്. ആ
സ്വപ്നത്തിൽ കാണുന്ന പൈശാചിക അരൂപികൾ, കുട്ടി പിശാചുക്കള് മുമ്പിലേക്ക് കുഞ്ഞു കൊച്ചു ചെല്ലുമ്പോൾ അവർ ഭയന്ന് ഓടുകയാണ്. അവർക്ക് കൊച്ചുറേസ്യയുടെ മേലെ ഒരു ഉപദ്രവം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒരു ഉപദ്രവം സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ, നമ്മൾ താമസിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ നേരത്തെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ വഴിയായിട്ടോ നമ്മുടെ തന്നെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ ഏതെങ്കിലും സംഭവങ്ങൾ വഴിയായിട്ടോ ചെയ്തികൾ വഴിയായിട്ടോ അവിടെ പൈശാചിക അരുവികൾക്ക് വന്നുപോയ സ്വാധീനം, സാന്നിധ്യം, അവകാശം എല്ലാം പൂർണ്ണമായിട്ടും പറഞ്ഞു പോകുന്ന പോലെ വിട്ടുപോകത്തക്ക രീതിയിൽ പ്രസാദപരാവസ്ഥയിലേക്ക് നമ്മൾ വരിക. ഇതാണ് നമുക്ക് ഈ ഒരു സെഷനിൽ മുന്നോട്ടും ഒന്ന് ചിന്തിക്കാനായിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചുറ്റുമുള്ള പൈശാചികമായ സാന്നിധ്യങ്ങളെ, സ്വാധീനങ്ങളെയും മുഴുവനും ദൂരീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ വീട്ടിലും പറമ്പിലും ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാൻ പോയാൽ ഒരിടത്തും എത്തുകയില്ല. ഒരിക്കലും കുറെ വർഷം മുമ്പ് ഞാൻ പള്ളിയിലായിരിക്കുമ്പോൾ ആ ഇടവക്കാരനല്ല, പക്ഷെ ഞാൻ അവിടെ നടത്തുന്ന ഏകദിന പ്രാർത്ഥനയിൽ പതിവായിട്ട് സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ ഒരു യുവാവ് എൻ്റെ പക്കൽ ഒരു ദിവസം ഓടി വിഷമിച്ച് പരവേശപ്പെട്ട് വന്നു. ആ യുവാവ് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് അധികം വരാറൊന്നുമില്ല. പക്ഷേ ആ വീട്ടിലെ സ്ത്രീകൾ, യുവാവിൻ്റെ അമ്മയും, ഈ യുവാവും വിവാഹിതനാണ്, കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, അധികം വരാറില്ല, പക്ഷെ അമ്മ മറ്റും വരാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഓടി എൻ്റെ പക്കൽ വന്ന് അമ്മ പറഞ്ഞു വിട്ടതാണ്. അവൻ എൻ്റെ പക്കൽ വന്ന് മറി വന്ന് മുട്ടി കയറി വന്നിട്ട് വളരെ വിഷമിച്ച് അവിടെ മോശം മുഷിഞ്ഞും വേർത്തൊക്കെ ഇരിക്കുന്നത്. അവനൊരു പൊതി എൻ്റെ നീട്ടിക്കൊണ്ട് പറഞ്ഞ് അമ്മ പറഞ്ഞ് അച്ഛൻ്റെ കൊണ്ട് തരാൻ. എന്നുവെച്ചാൽ എന്നതാ മോനെ ഇത്? അച്ഛാ, ഇത് ഞങ്ങളവിടെ വീടിൻ്റെ സൈഡിൽ ഒരു മുറി എടുക്കാൻ വേണ്ടിയിട്ട് പണിയുകയാണ്. പണിക്കാരെ കൊണ്ട് വന്ന് കളിച്ച് വെച്ച് മണ്ണൊക്കെ മാറ്റി വാനം മാന്തി ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പം അച്ഛാ, ഇത് ഇങ്ങനെ ഒരു സാധനം കിട്ടി, ചെറിയൊരു കുപ്പി, ഇതിനകത്ത് ഏതാണ്ട് കുഴപ്പമുള്ള സാധനമുണ്ട്, അത് കൂടോത്രമാണെന്നോ മറ്റോ ആണെന്ന് ആൾക്കാർ പറഞ്ഞത്, പണിക്കാർ. അത് പറയുമ്പോഴേക്കും ഇവരിങ്ങ് വല്ലാണ്ട് അരണ്ടും പരിവേഷെടുക്കുന്ന പോലെ, അത് പറയാൻ പോലും പേടിയാണ്, അത് തുറന്ന് കാണിക്കാനായിട്ട് വിഷമമാണ്. ഞാൻ പറഞ്ഞു, അത് എവിടെ നിന്ന് വന്നിട്ട് തന്നെ കാണിച്ചത്? നിങ്ങൾ വെച്ചാൽ ഒന്നും കാണിച്ചില്ല. അമ്മ പറഞ്ഞു അച്ഛനെ കൊണ്ട് കൊടുക്കാൻ. അച്ഛാ, അത് പിന്നെ കിട്ടി. അപ്പം ആദ്യം പിന്നെ കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ എടുത്തോണ്ട് പോരുക ചെയ്തേ, ഞാൻ എടുത്തിട്ട് പോരുക ചെയ്തേ. ഞാനത് വാങ്ങിച്ചു. കടലാസ് തുറന്ന് നോക്കിയപ്പം ചെറിയ കുപ്പിക്കകത്ത് ഇങ്ങനെ ചില തകിടുകളൊക്കെ പ്രത്യേക രീതിയിൽ ചുരുട്ടിക്കൂട്ടി വെച്ച്. അപ്പോൾ അത് തുറന്നു നോക്കാനൊന്നും പോയില്ല. എനിക്ക് മനസ്സിലായി അത് ശുദ്ധപ്രയോഗ സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞു, മോനെ അത് പേടിക്കേണ്ട, ഞാൻ കുരിശടയാളം അതിൻ്റെ മേലെ വരച്ചു, കുറച്ച് വിശുദ്ധേരെടുത്തോണ്ട് തളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ട് വിശുദ്ധേരെ തളിച്ചുകൊണ്ട് പണി തുടർന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് ഞാൻ അവനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ കുറെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും അവൻ ഓടിപ്പാഞ്ഞ് വന്നിരിക്കുന്നു. കഥക വന്ന് പൊട്ടി. അവൻ വീണ്ടും പുതിയതായിട്ട് വന്നു. അച്ഛാ, ഇത് വീണ്ടും കിട്ടിയത് കൂട്ട് സാധനം 2-3 കൂടെ കിട്ടിയ അച്ഛാ. എൻ്റെ അച്ഛാ, അവിടെ എല്ലാം ഇത് കൂട്ട് ആരുടെ പണിയായത്, ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്ത് കഷ്ടമാണ് അച്ഛാ ഇത്. ഞാൻ പറഞ്ഞു, മോനെ, അത് നിങ്ങൾ വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഒത്തിരി നടക്കുന്നതാണ്, അത് പേടിക്കുമെന്നും വേണമെങ്കിൽ അന്നേരം ഞാനത് കൈകാര്യം ചെയ്തോളാം. എന്നിട്ട് പറഞ്ഞ് ഞാനത് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ചോദിച്ചു, മോനെ, നീ എത്ര നാളായി കുമ്പസാരിച്ചിട്ട്? അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. നീ പള്ളിയിലൊക്കെ പോകുന്നുണ്ടോ കുർബാനയ്ക്ക്? അവർ വേറെ ഇടവകയിലാണ്. അച്ഛാ, പള്ളിയിലൊക്കെ പോകും. കുർബാന സ്വീകരിക്കുന്നുണ്ടോ? അച്ഛാ, കുർബാന സ്വീകരിച്ചിട്ട് കുറച്ച് നാളായി. കുമ്പസാരിച്ച നാളായി? അച്ഛാ, കുറേ നാളായി കുമ്പസാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു, മോനെ, പണി നടക്കുകയല്ല, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കണ്ടല്ലോ. അമ്മ ഇവിടെ പ്രാർത്ഥിക്കാൻ പറയും, കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മോനും കൂടെ ഒന്ന് കുമ്പസാരിച്ച് ആയിരിക്കേണ്ട അവസ്ഥയുണ്ട്. കുർബാന സ്വീകരിക്കണം, നാളെ തന്നെ പള്ളിയിൽ കുർബാന സ്വീകരിക്കണം. മോൻ ഏതായാലും 2 പ്രാവശ്യം വന്നില്ലേ, ഏതായാലും ഇത്ര സമയം മെനക്കൊണ്ടൊരു കാര്യം ചെയ്യുക, മോനിപ്പോൾ അല്പം ഇരുന്ന് ഒരുങ്ങിക്കേ, അച്ഛനത് കുമ്പസാരിപ്പിക്കാം. നമ്മൾ അങ്ങനെ ഒരുങ്ങിയെങ്കിൽ നമുക്ക് ഈ തിന്മയുടെ സ്വാധീനങ്ങളെ നമുക്ക് മറികടക്കാനും ചെറുത്ത് നിൽക്കാനും പറ്റുള്ളൂ മോനെ. ഞാൻ പറഞ്ഞു, നമ്മൾ പാപത്തിലായിരിക്കുമ്പം പിശാചിന് നമ്മുടെ മേലെ അവകാശമുണ്ട്. പാപത്തിലായിരിക്കുന്ന വ്യക്തി ശരീരത്തിൽ മുറിവുള്ള ഒരാളിനെ പോലെയാണ്. മുറിവുള്ള വ്യക്തി പറമ്പിലിറങ്ങി പണിതാൽ ആ മുറിവ് വെച്ച് കെട്ടാതെ മരുന്ന് വെക്കാതെയും ആ തുറന്ന മുറിവുമായിട്ട് പറമ്പിലിറങ്ങി പണിയാൻ പോയാൽ മണ്ണ് പറ്റുമ്പോൾ അവിടെ അണുബാധ ഉണ്ടാകും. പൊടി പറ്റിയാൽ അണുബാധ വരാം. ചാണകത്തിലങ്ങാനും പോയി കൈയിടുകയോ വാരുകയോ ചവിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഉണ്ടാകും, TT പോലും എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അപകടം ഉണ്ടാവുകൊണ്ട് തുറന്ന മുറിവുമായിട്ട് ഒരിക്കലും അങ്ങനെ ഈ മണ്ണ് ചെടികളെടുത്ത് പോകാൻ പാടില്ല. ഒരു മുറിവ് ശരീരത്തിൽ ഇല്ലായെങ്കിൽ നമുക്ക് ഏത് മണ്ണിനകത്ത് കിടന്ന് എങ്ങനെ മറിഞ്ഞ് കിടന്ന് കിളച്ച് വാരി കോരി ഈ ചാണകക്കുഴിക്കകത്ത് ഇറങ്ങി ചാണകം കോരിയാൽ പോലും ഒന്നും പേടിക്കണ്ട. ഒരു മുറിവ് ശരീരത്തിൽ ഇല്ലായെങ്കിൽ. പാമ്പിൻ വിഷത്തെ കുറിച്ച് പറയാറില്ലേ? പാമ്പിൻ വിഷം നമ്മൾ ശരീരം മുഴുവൻ തേച്ച് ഒഴുക്കിയാലും ഒരു മുറിവുമില്ല, അപകടമില്ല. നമ്മൾ കുടിച്ചാൽ പോലും അപകടമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, കുടിച്ചേക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ.
അവർ പറയുന്നത് നമ്മുടെ ഈ ദഹനേന്ദ്രിയത്തിന് പിന്നെ ആമാശയവും പൊടലും അവിടെയൊന്നും മുറിവുകളോ അൾസറോ ഒന്നും ഇല്ല എങ്കിൽ ഈ വിഷം അകത്തോട്ട് ചെന്നാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ കലരുകയാണ്. രക്തത്തിലേക്ക് കടന്ന് കയറിയെങ്കിലേ അത് അപകടം ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മുറിവുകളില്ലാത്തടത്ത് അണുബാധയ്ക്ക് എളുപ്പമല്ല, ഇങ്ങനെയുള്ള അണുബാധയ്ക്ക്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാപത്തിന്റെ അവസ്ഥയിൽ പെട്ടിരിക്കുമ്പോൾ നമ്മൾ മുറിവേറ്റ അവസ്ഥയിലാണ്. ലഘുപാപം ലഘുവായ മുറിവാണ് ആത്മാവിന്, മാരകപാപം മാരകമായ മുറിവാണ് നമ്മുടെ ആരോപിക്കുക ആത്മാവിന്. അപ്പൊ മാരകമായി മുറിഞ്ഞ് വല്ലാണ്ട് സ്റ്റിച്ചിടാൻ മാത്രം കുറെ വലിയ മുറിവേറ്റ ഒരു വ്യക്തി അശ്രദ്ധമായിട്ട് പെരുമാറിയത് പെട്ടെന്ന് അണുബാധയേറ്റ് പഴുത്ത് വല്ലാണ്ടായി പോകും. ചെറിയ മുറിവ് പോലെ സൂക്ഷിച്ചില്ലെങ്കിലും സെപ്റ്റിക് ആയിട്ട് വല്ലാണ്ടാകാം, നമുക്കറിയാം, വിഷബാധ ഏറ്റാലും അണുബാധ ഏറ്റാലും. അപ്പൊ ആത്മാവിനെ ഏക്കുന്ന മുറിവാണ് ചതവും പോറലുകളുമാണ് ലഘുപാപങ്ങള്, മുറിവുകളാണ് പാപങ്ങള്. ഗൗരവമുള്ള മുറിവുകളാണ് മാരക പാപങ്ങള്. അവിടെ മാരകമായ പാപത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ലഘുപാപങ്ങൾ ഇങ്ങനെ പലതുമൊക്കെ ആയിട്ട് ചതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പെരുമാറുമ്പം ഇങ്ങനെയുള്ള പൈശാചികമായ അണുക്കള്, ഈ ക്ഷുദ്രപ്രയോഗം ഗുണോത്തരം ഒക്കെ നമുക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്നത്, അത് നമ്മളെ നേരിട്ട് ആക്രമിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന, നമ്മളെ കടന്നു വരുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ അനുഭവത്തിലെ പ്രത്യരേസ്യ പ്രസാദപരാവസ്ഥയിലാണ്. പ്രസാദപരാവസ്ഥ പാപമില്ലാത്ത അവസ്ഥയിലാണ്. എന്തെങ്കിലും പാപം ഉണ്ടായാൽ തന്നെ പാപങ്ങൾ അപ്പോൾ തന്നെ ഏറ്റുപറയുക. പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ പാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായ മുറിവുകളെല്ലാം അവിടെ സൗഖ്യപ്പെടുകയാണ്. അത് വെച്ച് കെട്ടുകയാണ്, മരുന്ന് വെച്ച് കെട്ടി ആ മുറിവ് തുറന്നിരിക്കുന്നില്ല, അത് പെട്ടെന്ന് കരിയുകയാണ്. അത് കരിഞ്ഞു വരുന്ന സൗഖ്യപ്പെടുന്ന അവസ്ഥ വരും. പിന്നെ അതിൻ്റെ അണുബാധ ഉണ്ടാക്കാൻ പറ്റുകയാണ്. അവിടെ അനുദപിച്ച് ഏറ്റുപറയുന്ന പാപം പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മുടെ കൊളോസോസ് 2 വചനം നമ്മൾ കണ്ടതാണല്ലോ. നമുക്ക് ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ എല്ലാം അവന് കുരിശില് കുരിശിൽ ചെന്നിയ രക്തം വഴി മായ്ച്ചു കളഞ്ഞു. നമുക്കെതിരെ നിന്നിരുന്ന പൈശാചിക ശക്തികളെ, ആധിപത്യങ്ങളെ പരസ്യമായ അവഹേളന പാത്രമാക്കി എന്ന് പറയുന്ന വചനം നമ്മൾ പല പ്രാവശ്യം ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു കഴുകല് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പാപത്തിന്റെ ചെളിയെല്ലാം കഴുകി മാറ്റപ്പെടുകയാണ്. മുറിവുകളെല്ലാം ലേപനം വഴി, സ്ഥിരരക്തം വഴിയായിട്ട് സൗഖ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിഷയം അവകാശമില്ല. ഞാനിവിടെ നേരത്തെ ഒരു പക്ഷേ സൂചിപ്പിച്ചിട്ട് ഉണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നെങ്കിലും ഒരു കാര്യം ഓർമ്മ വരും. നമ്മൾ പൈശാചികമായ സ്വാധീനമുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുമ്പസാര ചൊരുങ്ങിയിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്ന എക്സോസിസത്തെ കുറിച്ചുള്ള ഒരു പരാമർശന വിശദീകരണം ഒരു ഡിക്ഷണറിയിൽ ഞാൻ വായിച്ചപ്പോൾ അവരെടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് കൗതുകം തോന്നി. പുസ്തകം ചിലപ്പോൾ ഓർക്കുന്നില്ല, ഇംഗ്ലീഷ് പുസ്തകമാണ്. അത് അവരിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയാണ് എക്സോസിസം. അങ്ങനെ എക്സോസിസം ചെയ്യുന്ന വ്യക്തികൾ അഴുക്കും പാവവും ഇല്ലാത്തവരായിരിക്കണം, അല്ല എങ്കിൽ ആ അഴുക്കും പാവവും ഈ പിശാചുക്കൾ വിളിച്ചു പറയും എന്നൊരു കമന്റ് എഴുതിയിരിക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. അത് അവരെന്തെങ്കിലും അനുഭവം വെച്ചോ കേട്ടുകേൾവി വെച്ചോ എഴുതിയതായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. പാപങ്ങളുടെ അവസ്ഥയിൽ നമുക്ക് പിശാചിനെതിരെ കരുത്തില്ല എന്നതിനർത്ഥം. ഞാനിവിടെ പങ്കുവെച്ചതെന്ന് എനിക്ക് തോന്നിയെങ്കിൽ ഒരു ചെറിയ അനുഭവം. ഞാനൊരു പെൺകുട്ടിക്കൂടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പതിവായിട്ട് വന്ന് സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവ് അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം എത്തുമ്പോൾ താമസിച്ചു പോയതിൻ്റെ കാരണം വന്ന വഴിയിൽ വെച്ച് അവൻ്റെ അയൽവക്കത്തുള്ള പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയുടെ അവർ ചെറിയൊരു അടുപ്പുകൊണ്ട് ഇഷ്ടമുണ്ട്, വലിയ പ്രേമം എന്തോന്നും അല്ല എങ്കിൽ പോലും. അപ്പം പ്രാർത്ഥിക്കാനായിട്ട് സമയമായി, ഓടിത്തിരിച്ച് തിരക്ക് വിളിച്ച് വരികയാണെങ്കിൽ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇച്ചിരി അവിടെ നിന്ന് ഇച്ചിരി ചുമ്മാ തമാശ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറെ സമയങ്ങൾ ചെലവഴിച്ച് 10-15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഓടിപ്പിടിച്ച് അവന് പ്രാർത്ഥനയ്ക്ക് കയറി വരുന്നത്. അവന് പ്രാർത്ഥനയ്ക്ക് വന്ന് ഞങ്ങളുടെ പ്രാർത്ഥന മുറിയിലേക്ക് വന്ന് കഥ തുറന്ന് നോക്കി ഞാൻ കണ്ടപ്പോൾ കാണിച്ചു. അവൻ കയറി വന്നു, മുട്ടുപത്തി കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ പൈശാചിക സ്വാധീനത്തിൽ കിടന്നിരുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന യുവതി ഇവനെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയടാ, നീ അവിടെ അവളുമായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുകയല്ല, എന്നിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം എന്നെ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞൊരു പറച്ചിൽ പറഞ്ഞപ്പോഴത്തേക്ക് ആ യുവാവ് അപ്പോൾ ചൂളിപ്പോയി. അവന് വല്ലാണ്ടായിപ്പോയി. അവന് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി. എനിക്കൊരു ബോധ്യം തന്നൊരു അനുഭവമായിരുന്നു ഇത്. ആ ഗ്രൂപ്പിലൂടെ എല്ലാവരും ഇത് കണ്ടു കേട്ടു. അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി. ആ സെഷൻ കഴിഞ്ഞപ്പോൾ യുവ എൻ്റെ പക്കൽ വന്നത് മുറ്റുകുത്തി കുമ്പസാരിച്ചു. ഒരു പാപവും വൃത്തികെട്ടൊന്നും ചെയ്തൊന്നുമല്ല, പക്ഷേ
പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ച സമയം ഇച്ചിരി വ്യർത്ഥമായി ചെലവഴിച്ചു, ഒരു കാര്യമൊന്നുമില്ല, വർത്തമാനം പറഞ്ഞങ്ങ് നിന്നു ഒരു രസത്തിന്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഈ പൈശാചിക അരൂപി കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് പിന്നീട് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന ഈ ശുശ്രൂഷയ്ക്ക് കൂടുന്ന വ്യക്തികൾ, ഞാൻ പ്രാർത്ഥന ഇടവകയിലായിരിക്കുമ്പോൾ ഈ സംഭവം കുറേ ദിവസങ്ങൾ, ആഴ്ചകൾ ഇങ്ങനെ പ്രാർത്ഥന തുറന്നു പോകുന്നുണ്ടായിരുന്നു. പല ദിവസങ്ങൾ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു, പല സമയത്ത് പല ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട്. അങ്ങനെ അവർ വരുമ്പോൾ ഈ കാര്യം അറിഞ്ഞത് കൊണ്ട് പിന്നീട് അവർ ചിലപ്പോൾ വരുമ്പോൾ ആദ്യം നേരത്തെ വന്നിട്ട് എൻ്റെ പക്കൽ വന്ന് അച്ഛാ ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറയും. എന്നിട്ട് ആ ദിവസം അല്ലെ ആ ദിവസങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ശേഷം വന്നുപോയ കുറവുകൾ പോരായ്മയെല്ലാം ഇന്ന് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആശീർവാദം മേടിച്ചിട്ടാണ് പ്രാർത്ഥന കയറിയിരുന്നത്. അല്ലെങ്കിൽ അവർക്കറിയാം അവരുടെ അഴുക്ക് ഈ പൈശാചികരെ വിളിച്ച് പറഞ്ഞെന്ന് വരാം. പിശാചുക്കൾക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യമൊന്നും അറിയത്തില്ല, ചില കാര്യങ്ങൾ അറിയാം, പാപങ്ങൾ അവർക്ക് അറിയാനുള്ള നല്ല സാധ്യത. പക്ഷെ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിശാചുക്കൾ ആ പാപങ്ങൾ കിട്ടുകയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ സംഭവം, ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഒരു ധ്യാനത്തിൽ പങ്കുവെച്ചപ്പം ധ്യാനം കൂടിക്കൊണ്ടിരുന്നൊരു വൈദികൻ എൻ്റെ പക്കൽ വന്ന് വളരെ ഗൗരവത്തോടെ പങ്കുവെച്ചത് ഞാൻ ഇടയ്ക്ക് അതുകൂടെ വേദി പങ്കുവെച്ചിട്ടുണ്ട്. ധ്യാനത്തിനാണോ എന്ന് ഓർക്കുന്നില്ല. ആ വൈദികന്റെ അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശക്തനായ ഒരു ശുശ്രൂഷകൻ, ബഹിഷ്കരണ ശുശ്രൂഷ വ്യക്തിയാണ്. ഒരു വലിയ ഗ്രൂപ്പിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നടുവില് ഒരു പൈശാചിക അരൂപിയുള്ള വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്തിയിരുന്നു. അവളുടെ പൈശാചിക അരൂപി വെളിപ്പെട്ടു. ഈ പൈശാചിക അരൂപി വെളിപ്പെട്ടു, ഇതൊരു സ്ത്രീയാണ് ഇവര്. അങ്ങനെ വെളിപ്പെട്ട് ഉടനെ ഈ പ്രത്യേക വരമുള്ള ഈ ശുശ്രൂഷകൻ ഈ വ്യക്തിയുടെ പക്കലേക്ക് വന്നിട്ട് ശക്തമായിട്ട് ആജ്ഞാപിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഇപ്പൊ വേദിയിൽ കുറെ വൈദികരും വൈദിക ശ്രേഷ്ഠരും ഒക്കെ ആ വേദിയിലുണ്ട്. അങ്ങനെ വലിയൊരു ആരാധനയുടെ ഒരു ഏകതര കൺവെൻഷൻ വരുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പൊ ഈ വ്യക്തി ഇങ്ങനെ ശക്തമായിട്ട് പൈശാചികയെ ഇറക്കി വിടാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈശാചിക അരൂപി ഉള്ള ആ സ്ത്രീ അവര് വളരെ വികൃതമായ ഒരു ചേഷ്ട, അശ്ലീലമായ രീതിയിൽ പരസ്യമായിട്ട് അവിടെ കാണിച്ചു അത്രേ. വസ്ത്രം ഇങ്ങനെ രണ്ടു വശത്തേക്ക് ഇങ്ങനെ വലിച്ചങ്ങ് കീറിയിച്ചിട്ട്, ഇത് നിനക്ക് ഓർമ്മയില്ലേടാ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ദിവസം പറയും, ഇന്നലെ രാത്രി അല്ല കഴിഞ്ഞ ദിവസം നീ എവിടെയായിരുന്നടാ എന്നൊരു ചോദ്യം. ഇതിങ്ങനെ ഉറക്ക ഈ സ്ത്രീയോട് ഈ പൈശാചിക ചോദിച്ചു. അത് കേട്ടതോടുകൂടെ ഈ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഈ വ്യക്തി പെട്ടെന്ന് ഓഫായി, ഡൗണായി, തല താഴ്ത്തി. കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. എന്തോ ഉണ്ടായി ആ മനുഷ്യന്റെ ജീവിതത്തില്. അതൊരു പക്ഷെ അനുദമിക്കാനും ഒരു സംസാരിക്കാനും പറ്റിയിട്ടില്ല. ആ അവസ്ഥയിലാണ് അങ്ങേര് ഈ തിന്മയുടെ അരുവിക്കെതിരെ ഉള്ള ശുശ്രൂഷ വന്ന് കയറിയത്. അപ്പൊ ഈ അരുവി അത് വിളിച്ചു പറഞ്ഞു. അതോടുകൂടി ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് ഇറങ്ങി മാറി, എല്ലാവരും അല്ലാണ്ടായിപ്പോയി. ഈ അച്ഛനോട് പറയുകയായിരുന്നു, അച്ഛൻ അതിനുശേഷം ആ മനുഷ്യൻ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും വന്നിട്ടേ ഇല്ല. അങ്ങനെ ആ ശുശ്രൂഷ പോലും അവസാനിച്ചു പോയി. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതൊരു ആഴപ്പെട്ട ഒരു കാര്യമാണ്. പൈശാചിക അരുവികളുടെ സ്വാധീനങ്ങൾ, തിന്മയുടെ സാന്നിധ്യങ്ങൾക്കെതിരെ നമ്മൾ നിലകൊള്ളുമ്പോൾ പാപവും പേറിക്കൊണ്ട് നമുക്ക് നിലകൊള്ളാൻ പോയാൽ നമ്മൾ വിജയിക്കില്ല. കാരണം പാപം അവന്റെ അവകാശമാണ്, അവന്റെ പ്രവൃത്തിയാണ്. പാപം ചെയ്യുന്ന വ്യക്തി അവന്റെ അടിമയാണ്. അവിടെ പാപവുമായിട്ട് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ച് ഒരു പാപം ചെയ്യാതെ ജീവിക്കുന്നവർക്ക് മാത്രമേ പിശാചിനെതിരെ നിലകൊള്ളാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടക്കുക. നമ്മളെല്ലാം ബലഹീനരാണ്, പോരായ്മ വീഴ്ചയെല്ലാം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനാ ഈശോയുടെ പരിഹാര ബലി ഏറ്റുപറയുന്ന പാപം എല്ലാം അവിടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ പോകുന്നവരാണോ അല്ലയോ, പിശാചിനെ ഇറക്കി വിടാൻ നോക്കുന്നവരാണോ അല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ വീട്ടിലും പറമ്പിലും സാഹചര്യമുള്ള പിശാചിനെതിരെ നമ്മൾ നിലകൊള്ളുമ്പോൾ സഭയുടെ ബെഞ്ചിരിപ്പ് നമുക്ക് കരുത്തായിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞ സെഷനുകളിൽ അതിനോടൊപ്പം നമ്മൾ കരുത്തോടെ നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപവും വെച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ പിശാചിനെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയില്ല. ഇനി അച്ഛൻ വന്ന് വീട് വെഞ്ചരിപ്പ് നടത്തി പിതാവിന് കൽപ്പന വെച്ച് വെഞ്ചരിച്ചു, ആവർത്തിച്ച് വെഞ്ചരിച്ചു എങ്കിൽ പോലും നമ്മില് പിശാചിന്റെ അവകാശമായ കാര്യങ്ങൾ കയറി കിടക്കുന്നുണ്ട് എങ്കിൽ ഈ പൈശാചിക അരൂപി ഈ പ്രാർത്ഥന വരുമ്പോൾ ഇറങ്ങിപ്പോകും. ആ പ്രാർത്ഥനയുടെ കരുത്ത്, സഭയുടെ അധികാരം, ശുശ്രൂഷ, അവിടെ പറയുന്ന പ്രാർത്ഥന, വചസ്സുകൾ, വചനം, ഈശോയുടെ നാമത്തിന്റെ കരുത്ത്, ഇതെല്ലാം വെച്ച് അവൻ ഇറങ്ങിപ്പോകും. പക്ഷേ അവന് നമ്മുടെ മേൽ അവകാശം, അധികാരം, സ്വാധീനം കിടക്കുന്ന വീണ്ടും തിരിച്ചു കയറി വരും. അതിന്റെ വളരെ കൃത്യമായ ഉദാഹരണമാണല്ലോ കഴിഞ്ഞ ഒരു സെഷൻ നമ്മൾ കണ്ട ചുട്ട മീൻ വെച്ച് പട്ടിക്കിട്ടെറിഞ്ഞാൽ പട്ടി പോകുമോ എന്ന കുരിശുമല ആശ്രമത്തിൽ എൻ്റെ ആത്മീയപിതാവായിരുന്ന മരിദാസ് അച്ഛൻ പറയുന്ന ഒരു സ്ത്രീയുടെ അനുഭവം ഒരു വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ ആ സ്ത്രീയുടെ ജീവിതം ഞാൻ പിന്നീട് പറയുകയുണ്ടായി, ഒരു അകാല മരണത്തിൽ തന്നെ ചെന്ന് അവസാനിക്കാൻ ഇട വന്നു. കാരണം ആ സ്ത്രീയുടെ ഒരു ആഡംബര ഭ്രമം, വലിയ കെട്ട പാപമൊന്നും ആയിരുന്നില്ല. ആഡംബര ഭ്രമം തിരുത്താൻ മനസ്സില്ലാതെ അത് ഞാൻ
വികാരിച്ചനായി ഞാൻ പറഞ്ഞു, ആത്മീയ രീതിയിൽ ഇടപെട്ട് നിൽക്കുന്ന ശുശ്രൂഷയ്ക്കിടയിൽ വീണ്ടും ആവർത്തിച്ചു. ഈ മരിദാസത്തിനത് ആവർത്തിച്ച് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് തിരുത്താൻ ആ സഹോദരി തയ്യാറായില്ല. ഇനിയും തിരുത്താനായിട്ട് തോന്നിയില്ലെങ്കിൽ ഇത്ര അച്ഛന്മാർ രണ്ടുപേരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഇതുപോലെ ജനിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടല്ലോ, അതിൻ്റെ പേരിൽ എങ്കിലും അച്ഛന്മാർ പറയുന്നവരെ ചെയ്യാം, ഇതെല്ലാം ഒഴിവാക്കി സിമ്പിളായിട്ട് നടക്കാം എന്ന് പറയാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ടാണ് സഹോദരിക്ക് ഇല്ലാതെ പോയി? അതേൽ തിന്മയ്ക്ക് അവകാശം തുറന്നുകൊണ്ടേയിരുന്നു. എത്ര ശക്തമായ പ്രാർത്ഥന, അഭിമന്യ പിതാവ് തന്നെ വീട്ടിൽ വന്ന് വീട് വെഞ്ചരിച്ചിട്ട് പോലും തിന്മ തക്കാലത്തേക്ക് മാറിയതല്ല, സ്ഥിരമായി മാറിപ്പോയില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതായ വെഞ്ചരിപ്പുകൾ, വീട് വെഞ്ചരിപ്പിന്റെ ഏതൊക്കെ ക്രമം എടുത്താലും ഞാൻ എന്ന വ്യക്തി, കുടുംബത്തിൽ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഈ പറഞ്ഞു പെരുമാറുന്ന നമ്മൾ ഓരോരുത്തരും പ്രസാദ പരാവസ്ഥയിൽ കയറി വരാനുള്ള ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കിട്ടുന്ന വിടുതല് ഒരു സ്ഥിര അനുഭവമാക്കി മാറ്റാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമ്മള് ബലഹീനത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നീതിമാൻ പോലും ദിവസം 7 പ്രാവശ്യം പാപത്തിൽ പതിക്കുന്നു. പക്ഷെ നമുക്ക് അനുദപിക്കാമല്ലോ, പാപം ഏറ്റുപറയാമല്ലോ. യേശുടെ പക്കൽ ഏറ്റുപറയുന്ന ഏത് പാപവും ഈശോ ഏറ്റെടുക്കും. നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം നമ്മൾ വലിക്കുന്ന വരെയുള്ള നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സകല പാപങ്ങൾക്കും കൂടി ഈശോ പരിഹാരം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ പരിഹാര ബലിയിലേക്ക് നമ്മുടെ ഈ കുറവുകളെ നേപ്പിച്ചു കൊടുക്കാനുള്ള എളിമ തുറവി അത് നമുക്ക് വേണ്ടത്. അഴുക്ക് എന്തുമാത്രം പറ്റിയാലും അത് അപ്പോഴപ്പോൾ കഴുകിക്കളയാമെങ്കിൽ നമ്മൾ വൃത്തികെട്ടവരായിട്ട് നടക്കില്ല. അഴുക്കൊന്നും പറ്റാതെ ഇരിക്കുക എന്നുള്ളതല്ല വൃത്തിയുടെ അടിസ്ഥാന വ്യവസ്ഥ. മറിച്ച് എന്തുമാത്രം അഴുക്ക് വന്നാലും ആ അഴുക്ക് വെച്ചുകൊണ്ട് നടക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് വീടുകളിൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അരോചകമാണ്, ക്ഷമിക്കുക. നമ്മളൊക്കെ ടോയ്ലറ്റുകൾ നമ്മുടെ വീടുകളിൽ, നമ്മൾ റെസ്റ്റ് റൂം, ക്ലോസറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പം ഒരുപക്ഷെ ഏറ്റവും കെട്ട അഴുക്കാണ് ഒരു ദിവസം പല പ്രാവശ്യം ആ ഒരു ക്ലോസറ്റിനകത്തോട്ട് വീഴുന്നത്. പക്ഷേ അത് ചിട്ടയോടുകൂടെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധയുള്ള വീട് കുടുംബാംഗങ്ങളാണെങ്കിൽ ആ ഒരു ടോയ്ലറ്റ്, റെസ്റ്റ് റൂം ഏറ്റവും വൃത്തിയുള്ള ഒരു മുറിയായിട്ട്, ഇടമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ റെക്ടറച്ചനായിരുന്ന, ഒന്ന് വൈസ് റെക്ടറാണ്, ജോസഫ് കോയ്ക്കുപടി അച്ഛൻ, കോതമംഗലം രൂപതക്കാരൻ. അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഉപദേശം ഒരു ദിവസം തരികയാണ്. മാസം തോറും ഇങ്ങനെ ഒരു ചെറിയ എക്സർട്ടേഷൻ ഉണ്ട്. അങ്ങനെ ഉപദേശം പറഞ്ഞപ്പോൾ ഈ പൊതുവായ ടോയ്ലറ്റുകളാണ് അന്ന് ഞങ്ങൾക്ക് സെമിനാറിലുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ്. ഒരു 10-15 പേർക്ക് കുറേ ടോയ്ലറ്റ് ഒരുമിച്ച് അങ്ങനെ അതിങ്ങനെ ആഴ്ച ഒരു ദിവസം ക്ലീൻ ചെയ്യും. അത് ഓരോ ടീം മാറി മാറിയാണ് ക്ലീൻ ചെയ്യുന്നത്. ആഴ്ച 1-2 പ്രാവശ്യം ക്ലീൻ ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന ജോസഫ് അച്ഛൻ, കോയിക്കുടി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഈ ടോയ്ലറ്റുകൾ കഴുകാൻ ഒരു അറപ്പും നാണക്കേടും ഒന്നും ആർക്കും വേണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളാണ്. മഹാത്മാഗാന്ധി ഇങ്ങനെ മറ്റുള്ള ടോയ്ലറ്റ് പോലും വൃത്തിയാക്കുന്നത് ഇതുപോലെയുള്ള വൃത്തിയുള്ള ടോയ്ലറ്റ് ഒന്നും ആയിരുന്നില്ല. ഇതുകൊണ്ട് വാരിക്കൊണ്ട് കളയേണ്ട ആവശ്യമുണ്ടായിരുന്നിട്ട് പോലും അത് മഹാത്മാഗാന്ധി സ്വന്തം കൈകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ ടോയ്ലറ്റ് ഞാൻ തന്നെയാണ് എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കുന്നത്. അത് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കഴുകുന്നത്. അത് തന്നെ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ മുറിയിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം എൻ്റെ ടോയ്ലറ്റാണ് എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അങ്ങനെ ആ ടോക്ക് കഴിഞ്ഞിട്ട്, ആ ഉപദേശം കഴിഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി, പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ള ചില ബിരുദന്മാരായ ചില സെമിനാരി പിള്ളേര്, ബ്രദേഴ്സ്, അവർ 2-3 പേര് ഒരുമിച്ച് കൈ പിടിച്ച് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് ഇറങ്ങി, നമുക്ക് അച്ഛൻ്റെ മുറിയിൽ പോയി ടോയ്ലറ്റ് ഒന്ന് കാണാം വാ. അങ്ങനെ 5-6 പേര് രസം പിടിച്ച് ഇങ്ങനെ അച്ഛൻ്റെ പുറകെ ചെന്നു. അച്ഛൻ്റെ മുറിയുടെ വാക്ക് ചെന്നപ്പോൾ ഇവർ കുറച്ച് പ്രദേശം പറയും, എന്നാ നിങ്ങൾക്ക് എന്നാ വിശേഷം? അച്ഛൻ്റെ ടോയ്ലറ്റ് കാണാൻ വന്നതാ എന്ന് പറഞ്ഞ് അച്ഛൻ അവരെ കൊണ്ട് ടോയ്ലറ്റ് തുറന്നു കൊടുത്ത് കാണിച്ചു. അവർ പറയുക നല്ല ഒന്നാന്തരമായിട്ടിരിക്കുന്നു. അപ്പം വൃത്തിയുള്ള ആൾക്കാരുടെയൊക്കെ ഭവനങ്ങളിലായി ടോയ്ലറ്റുകളൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും. ഓരോ അഴുക്കും ഒരു അസ്വസ്ഥതയോ ഒരു ദുർഗന്ധത്തിനോ ഒന്നുമില്ലാതെ. ഞാനത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിരന്തരം എത്രയോ തവണ ഒരു ദിവസം അഴുക്ക് വന്ന് വീഴുന്ന ഒരിടമാണിത്. അതേസമയം അത് ഫ്ലഷ് ചെയ്ത് എടുക്കുമ്പോൾ അതുപോലെ തന്നെ അല്പം ഇടയ്ക്ക് പതിവായിട്ട് വാഷ് ചെയ്യുകയും ഇച്ചിരി നല്ല പെർഫ്യൂം, മുറി കാറ്റ് ആവശ്യത്തിന് എയർ കയറുകയും അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതേസമയം ഒന്ന് മറുവശം എടുത്ത് നോക്കിക്കുകയും ആരെങ്കിലും കയറി നമ്പർ 1ഉം 2ഉം ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, വെറുതെ ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട്, മൂത്രം ഒഴിക്കാനായിട്ട് ഒന്ന് കയറിയിട്ട് അതിന് മൂത്രം ഒഴിച്ചിട്ട് അത് ഫ്ലഷ് ചെയ്യാതെ ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞാൽ ആ മുറിയിലേക്ക് പിന്നെ ഒരാൾ, ഇത് നമ്മൾ മാത്രം വയ്ക്കുന്ന മുറിയാണെന്ന് ഓർത്തു എങ്കിൽ പോലും
അല്ലെ 1-2 കഴിഞ്ഞിട്ട് നമ്മളത് ഫ്ലഷ് ചെയ്യാതെ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആ മുറി ചെന്ന് കയറിയാൽ നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് പോകുന്നതാണെങ്കിൽ പോലും നമുക്ക് എന്തോ ഒരു അരോചകമാണത്. ഇത് പറയുമ്പോൾ നമുക്കൊരു വിഷമം അനുഭവപ്പെടുകയാണ്. ക്ഷമിക്കുക, ഞാൻ ഈ അരോചക ഉദാഹരണം പറയുന്നത്. അത് ഒറ്റ അവസരത്തിൽ അത് കളയാതിരുന്നാൽ മതി. അത് ആ പടം വല്ലാത്ത അവസ്ഥ ഉണ്ടാക്കും. കാണാൻ മാത്രമല്ല അവിടെ ദുർഗന്ധം എല്ലാം, ആ അന്തരീക്ഷം മുഴുവൻ കെട്ടുപോകും. ഇതിങ്ങനെ ഭൗതികമായ കാര്യത്തിൻ്റെ കാര്യത്തിൽ വാസ്തവമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അരുവിക്കുണ്ടാകുന്ന അഴുക്ക്, നമ്മുടെ പാപത്തിൻ്റെ മാലിന്യം, അത് ഉണ്ടാകുന്ന ഓരോ അവസരവും നമ്മളത് ഫ്ലഷ് ചെയ്ത് കളയുന്നില്ല എങ്കിൽ, അതിങ്ങനെ ജീവിതത്തിൽ അടിഞ്ഞടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് എത്രയോ ഒരു വല്ലാത്ത അഴുക്കിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പയ്യന് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കൂടോത്ര സാധനങ്ങൾ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ പുതിയ മുറി എടുക്കാനായിട്ട് വാനം മാന്തിയപ്പോൾ കണ്ടു. അതുമായിട്ട് പേടിച്ച് ഇങ്ങനെ ഓടിയെത്തി. അപ്പം ഞാൻ പറഞ്ഞു മോനെ, നീ ഒന്ന് കുമ്പസാരിച്ചേ. കാരണം കുമ്പസാരം വഴിയാണ് നമ്മുടെ ഈ അഴുക്കുകളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റുന്ന, മുറിവുകളെല്ലാം വെച്ച് കെട്ടാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മൾ അനുദപിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞു. ഇത് പറയുമ്പോൾ ഓരോ ദിവസവും കുമ്പസാരിക്കണമെന്നല്ല ഞാനീ പറയുന്നത്. നമുക്ക് നോർമലായിട്ട് നമ്മൾ അനുദപിച്ച് മനസാക്ഷിയെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ലോല മനസാക്ഷി, ഡെലിക്കേറ്റ് കോൺഷ്യൻസ്, അല്ലെങ്കിൽ കഠിന മനസാക്ഷി, അയഞ്ഞ മനസാക്ഷി, ഹാർഡ് കോൺഷ്യൻസ്, ലാക്സ് കോൺഷ്യൻസ്. ഇതേപ്പറ്റി നമ്മൾ ഇടയ്ക്ക് സെഷനിൽ പറഞ്ഞതാണ് ഉദാഹരണ സഹിതം, അത് നിങ്ങൾ ഓർമ്മിക്കണം. അപ്പം അങ്ങനെ കഠിന മനസാക്ഷി, അയഞ്ഞ മനസാക്ഷി ഒന്നും അല്ലാതെ മനസാക്ഷിയെ ലോലമായി, മൃദുവായി, ഡെലിക്കേറ്റായി, കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പോലും നൊമ്പരമുണ്ടാക്കുന്ന അനുഭവമായി വരത്തക്ക രീതിയിൽ മനസാക്ഷിയെ ഇങ്ങനെ സെൻസിറ്റീവായി ലോലമായിട്ട് സൂക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും സാധാരണഗതിയിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ചാൽ മതി. ആഴ്ചയിൽ ഒരിക്കലല്ല, 2 ആഴ്ച തികയുന്നതിന് മുമ്പെങ്കിലും 15 ദിവസം, ഞങ്ങൾ സെമിനാറിലൊക്കെ ആയിരിക്കുമ്പോൾ സന്യാസ ഭവനങ്ങളിലൊക്കെയുള്ള പൊതു നിർദ്ദേശം 15 ദിവസത്തിന് മുമ്പ് കുമ്പസാരിക്കണം എന്നുള്ളതാണ്. 15 ദിവസം കൂടുമ്പോഴെങ്കിലും. അതാണ് ഒരു പൊതു മാനദണ്ഡം. നമുക്ക് കുറച്ചുകൂടെ ആഴ്ച തോറും വേണ്ടി വെക്കാം, എല്ലാ ആഴ്ചയും. അങ്ങനെ കുമ്പസാരിച്ചു പോകുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ചെറിയ വീഴ്ച പാപം ഉണ്ടായി അന്നേരം ഓടിപ്പോയി കുമ്പസാരിക്കാൻ പരവേശപ്പെടണ്ട. നമ്മൾ നേരത്തെ വിഷയം കണ്ടിട്ടുണ്ട്. ഫൗസ്റ്റീനയോട് ഈശോ പറയുന്നത്, കുർബാന സ്വീകരിക്കാൻ മടിച്ചു നിന്നു, ഒരു ദിവസം പാപമുണ്ടോ സംശയം വന്നു, പാപത്തിൽപ്പെട്ടോ സംശയം വന്നപ്പോൾ അപ്പോൾ ഈശോ തെളിച്ച് പറയുന്നുണ്ട് ഫൗസ്റ്റീനയോട്, നീ ഒരു ചെയ്ത പ്രവൃത്തി ഒരു മാരകഭാവമാണ്, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീ കുർബാന സ്വീകരണം ഒഴിവാക്കാവൂ. മാരകഭാവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അതല്ല, സംശയമേ ഉള്ളൂ, പാപം കുറച്ച് സംഭവിച്ചു, അങ്ങനെയുള്ളപ്പോൾ അനുദപിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ട് നീ കുർബാന സ്വീകരിക്കാനായിട്ട് വരണം എന്ന് ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു കൊടുത്ത് കുർബാനത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ ഞാനോട് വായിച്ച് കേൾപ്പിച്ചതാണ്. അപ്പം അങ്ങനത്തെ കാര്യം നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് പാപം നമുക്ക് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, സംഭവിച്ചോട്ടെ എന്നല്ല അച്ഛൻ പറയുന്നത്. നമ്മൾ മനസാക്ഷിയെ ഡെലിക്കേറ്റായി മൃദുവായിട്ട് സൂക്ഷിച്ചാൽ ഒരു പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ തന്നെ നമുക്കൊരു അപകടം തിരിച്ചറിയാൻ പറ്റും. ഉള്ളിലും പരിസ്ഥാനമാനം നൊമ്പരമുണ്ടാവും, മുന്നറിയിപ്പ് കിട്ടും, മനസാക്ഷി സജീവ സ്വരം വരും, അരുത്. അപ്പോൾ നമ്മൾ ഒഴിവാക്കും. നിശ്ചയം എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ അപ്പോൾ തന്നെ മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ ഈശോ ഏറ്റെടുക്കും. അങ്ങനെ അനുദപിക്കുന്ന ഒരു ഹൃദയം, പാപങ്ങളോട് നോ പറയുന്ന, ഈശോയോട് സ്നേഹിക്കുന്ന, സ്നേഹമുള്ള, എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ച വന്നാൽ അപ്പോൾ ഈശോയെ കൂടെ സ്നേഹിക്കാൻ സമയം ചെലവഴിച്ച് സ്നേഹത്തിലൂടെ ആ തിന്മയെ മറികടക്കാൻ ജാഗ്രതയുള്ള ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ഈ പ്രസാദപരാവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഭയപ്പെടണ്ട. ആ അവസ്ഥയിലുള്ളൊരു വ്യക്തിയെ പിശാചിന് ഉപദ്രവിക്കാനായിട്ട് സാധിക്കുകയില്ല. എളുപ്പമല്ല. പിശാച് ഉപദ്രവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ് പിശാചിൻ്റെ അസാധാരണ ഇടപെടലുകൾ, പിശാചിൻ്റെ സാധാരണ ഇടപെടലുകൾ പ്രലോഭിപ്പിക്കുക, വഴിതെറ്റിക്കുക എന്നുള്ളത് എപ്പോഴും എല്ലാവരുടെ പക്കലും അവൻ എവിടെയെല്ലാം എടുക്കാവോ അവിടെയെല്ലാം എടുത്തുകൊണ്ടേയിരിക്കും. ആർക്കും ഒഴിവില്ല. ഈശോയ്ക്ക് പോലും ഒഴിവില്ലായിരുന്നു. എന്നാൽ അസാധാരണ രീതിയിലുള്ള ഇടപെടലുകൾ അത് 6 ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് വ്യക്തിയുടെ മേലെ പീഡയാണ്. അങ്ങനെയുള്ള പീഡ, ഇങ്ങനെയുള്ള പാപത്തിൻ്റെ അവസ്ഥയില്ല, പ്രസാദപരാവസ്ഥ ജീവിക്കുന്ന വ്യക്തിയുടെ മേല് സാത്താൻ എടുക്കാനായിട്ട് അവസരം കിട്ടില്ല. അപ്പം ദൈവം അനുവദിച്ചിട്ട് വരാം. നമ്മൾ കണ്ടതാണ്. എബ്രാസ്യാമ്മയുടെ പക്കലും, ഫൗസ്റ്റീനയുടെ പക്കലും, മറിയത്രേസ്യയുടെ പക്കലും, മദർ തെരേസയുടെ പക്കലും, പാത്തിരപ്പയുടെ പക്കലും, ജോൺമരി മേജറും എല്ലാം ഒത്തിരി വിശുദ്ധ സംഭവങ്ങളുണ്ട്. ഇനി അങ്ങനെ പിശാചിൻ്റെ പേടി എന്തുമാത്രം ഉണ്ടായാലും അതൊരിക്കലും ഒരു ദുരന്തമായിട്ടോ ചോർച്ചയായിട്ടോ നഷ്ടമായിട്ടോ ഈ വ്യക്തിക്ക് വരില്ല, പ്രസാദപര അവസ്ഥയിലാണ് എങ്കിലും എന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന്, പിശാചിൻ്റെ കെണികൾ പ്രസാദപരാവസ്ഥയിൽ വ്യക്തിയുടെ പക്കൽ യേശുകയാണ്. രണ്ടാമത്തേത്, പ്രസാദപരാവസ്ഥയിലായിരിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തിയായിരിക്കുക എന്നർത്ഥം. ദൈവം കൂടെയുള്ള വ്യക്തി.
കാരണം പ്രസാദവരം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. കൃപയിലായിരിക്കുന്നു, അല്ലെങ്കിൽ അഭിഷേകത്തിലായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ നവീകരണ അനുഭവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. അഭിഷേകത്തിലായിരിക്കുക, കൃപയിലായിരിക്കുക, പ്രസാദ വരാവസ്ഥയിലായിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ ദൈവത്തിലും ദൈവം നമ്മിലും ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാം ദൈവത്തിലും ദൈവം നമ്മിലും. നമ്മൾ 1 യോഹന്നാൻ 5:18 വാക്യങ്ങളിൽ നാം സത്യസ്വരൂപനിലാണ്, സത്യസ്വരൂപൻ നമ്മിലാണ്. യോഹന്നാൻ 6 കുർബാന സ്വീകരണത്തിൽ പറയുമ്പോൾ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിലും ദൈവം നമ്മിലും അങ്ങനെ വസിക്കുന്ന ഒരു അനുഭവം, ദൈവം കൂടെയുള്ള അനുഭവം, അതാണ് ഈ അഭിഷേകത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉള്ളിൽ ദൈവമാണ്, നമ്മുടെ പുറമേ ദൈവമാണ്. നാം ദൈവത്തിൻ്റെ ഉള്ളിലാണ്. ഇപ്പം ഒരിക്കലൊരു വചനപ്രഘോഷം പറയുന്നത് കേട്ടൊരു ഉദാഹരണമായിട്ട്, സിമ്പിൾ മനോഹരമാണ്. ഒരു കുടം വെള്ളത്തിലേക്ക് മുക്കുന്നു. വെള്ളത്തിൽ മുക്കുമ്പോൾ കുടത്തിനകത്തൊരു വെള്ളം കയറി. കുടത്തിനകത്ത് നിറയെ വെള്ളമാണ്, കുടം വെള്ളത്തിനകത്ത് മുങ്ങി നിൽക്കുകയുമാണ്. അപ്പോൾ കുടത്തിൻ്റെ ഉള്ളിലും കുടത്തിൻ്റെ പുറത്തും വെള്ളമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ ഉള്ളിലും നാം ദൈവത്തിൻ്റെ ഉള്ളിലും ആകുന്നൊരു അനുഭവം. അങ്ങനത്തെ ഒരവസ്ഥ, അതാണ് കൃപയിലായിരിക്കുക, പ്രസാദ വരാവസ്ഥയിലായിരിക്കുക. പക്ഷത്തെ അമ്മയെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്തയിൽ പറയുമ്പോൾ ലൂക്ക 1 നമ്മൾ വായിക്കുന്ന 36 വാക്യങ്ങളിൽ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്നത് കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ കൃപ നിറഞ്ഞവളെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തി എന്ന അർത്ഥം. അതാണ് ഇവിടെ കൊച്ചുറേസ്യയുടെ അനുഭവത്തിൽ പറയുന്നത്. പ്രസാദ വരാവസ്ഥയിലായിരുന്നു ഈ കുട്ടി. ഇപ്പോൾ ദൈവത്തിലായിരുന്നു, ദൈവം അവളിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി പിശാചൊക്കെ വിട്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ഈ കൂടോത്ര സാധനങ്ങൾ എടുത്തുന്ന ആളുടെ കാര്യം പറഞ്ഞല്ലോ. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, മോനെ നീ കുമ്പസാരിച്ചിട്ട് പൊക്കോ. കുർബാന നാളെ പള്ളിയിൽ പോയി, നിങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചോ. അത് ആവശ്യമാണ്. വീട്ടിൽ ഈ വരയ്ക്ക് വേണ്ടി മാന്തപാടി ഇങ്ങനെ പിന്നെ സാധനം കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കെതിരെ ആരൊക്കെ ശക്തമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കരുത്താകുമ്പോൾ ഇച്ചിരി പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, പക്ഷേ ഇത് നമ്മൾ ചെയ്യണം, ജാഗ്രത കിടക്കണം, സൂക്ഷിക്കുക ചെയ്യണം, പേടിക്കല്ല. അപ്പോൾ അവരിച്ചിട്ട് ആലോചിച്ചിട്ട് അച്ഛാ ഞാൻ പിന്നെ വന്ന് കുമ്പസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവന് പോവുകയാണ്. അവനൊരു വണ്ടിക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, മോനെ കുമ്പസാരിച്ചിട്ട് പോകുന്നത് നല്ലത്. എനിക്കെന്തോ ശക്തമായിട്ട് അങ്ങനെ തോന്നി. പക്ഷെ അവന് എന്തോ മടി പറഞ്ഞ് അവന് അച്ഛാ പിന്നെ വന്നോളാന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ആ വീട്ടിൽ നിന്ന് അമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ അവനിങ്ങനെ 2 പ്രാവശ്യം വന്നായിരുന്നല്ലോ, അവന് പിന്നെയും ഞങ്ങൾ മാന്തിയപ്പോൾ പിന്നെ അച്ഛൻ സാധനങ്ങൾ കണ്ടുകിട്ടി. അത് എടുത്തുകൊണ്ട് അവന് വീണ്ടും അച്ഛൻ്റെ പക്കലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന വഴിക്ക് കാറൊരു അപകടം ഉണ്ടായി അച്ഛാ. വേറെ ഇവന് കുഴപ്പമൊന്നും പറ്റും, പക്ഷെ കാർ അപകടത്തിൽപ്പെട്ടുണ്ട്. അവനിപ്പോൾ വഴിയിലാണ്, വണ്ടി ഓടിക്കും, അങ്ങനെ പറ്റിയിട്ട് അവനിപ്പം അത്യാവശ്യം ആശുപത്രിയോട് കൊണ്ടുപോയിരിക്കുക. അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, ഇത് ഭയങ്കര പ്രശ്നമാണ് അച്ഛാ, എന്ത് കഷ്ടമാണ് അച്ഛാ എന്ന് പറഞ്ഞാൽ സ്ത്രീ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് കഷ്ടമാണ് എന്ന് ഭയങ്കരമാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കഷ്ടമല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് പിശാചിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഏതൊരു വ്യക്തിക്കും പിശാചിനെ സേവിക്കുന്ന ആൾക്കാർക്കുള്ള സ്വാതന്ത്ര്യമാണ് എന്ന കാര്യങ്ങൾ ചെയ്യാൻ. അത് അവർ ചെയ്തുകൊണ്ടേ ഇരിക്കും അവർ സമയം തീരുന്നിടം വരെ. അത് നമ്മളെടുക്കേണ്ട കരുതൽ നമ്മളെടുക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ അമ്മച്ചോട് പറഞ്ഞു, ഞാൻ മോനോട് ശക്തമായിട്ട് പറഞ്ഞതാണ്, മോനെ കുമ്പസാരിച്ചിട്ട് പോയാൽ മതി എന്ന്. ആണോ അച്ഛാ? അത് നന്നായി. അവന് കുമ്പസാരിച്ചിട്ട് കുറെ നാളാഴ്ച പള്ളിപ്പോക്കൊന്നും ഇട്ട് കുർബാന സ്വീകരണം ഇല്ല, ഞാൻ എപ്പോഴും അവിടെ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ ബാക്കി പറയുകയാണ്. ഏതായാലും അങ്ങനെ ആ മനുഷ്യൻ ആശുപത്രിയിൽ കയറേണ്ടതായിട്ട് വന്നു. കാരണം അപകടത്തിലേക്ക് പെടുന്നൊരു അവസ്ഥ ഉണ്ടായി. ഞാനിത് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള പൈശാചികമായ പകലുകളും കൂടാത്ത സാധനങ്ങളും കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ചയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പലപ്പോഴും അനുഭവങ്ങൾ വെച്ച് കാണുന്നത് ഇങ്ങനെയുള്ള പൈശാചികമായ സാധനങ്ങൾ വന്ന് കിടക്കുന്നത് ഇല്ലാത്ത ഒരു വീട് പോലും കാണില്ല എന്ന് പറയാൻ മാത്രം ഈ പൈശാചികമായ സേവകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ എളിയ ശുശ്രൂഷ ഞാൻ പലപ്പോഴും കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജാഗ്രത ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പ്രസാദപരാവസ്ഥയിലായിരിക്കുക, പാപം ഒഴിവാക്കിക്കൊണ്ട് ഒരു വശത്ത്,
ഇനി എവിടെയെങ്കിലും പാപം ഉണ്ടായാൽ അനുദപിച്ച് ഏറ്റു പറയാനുള്ള സന്നദ്ധതയും മനസ്സും എടുത്തുകൊണ്ട് ഉപസാരത്തിന് അണഞ്ഞുകൊണ്ട് അങ്ങനെ നീങ്ങുക എന്നുള്ളത് ഒരു പ്രാരംഭ ഒരുക്കത്തിൻ്റെ മേഖലയാണ് നമുക്ക് ഈ ഒരു പോരാട്ടത്തിൽ. നമ്മൾ പഴയ നിയമത്തിലെ പൂർവ്വപിതാവായ ജോസഫിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ നേരത്തെ സൂചിപ്പിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ജോസഫിനെ കുറിച്ച് വചനഭാഗം ആവർത്തിച്ച് പരാമർശിക്കുന്ന ഒരു കാര്യം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി 39 നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാണെങ്കിലും നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞു വരട്ടെ. 39-ാം അധ്യായത്തിൽ സഹോദരന്മാർ അവനെ അടിമയായിട്ട് വിറ്റ് കഴിയുമ്പോൾ ഈജിപ്തിലെ അടിമച്ചന്തയിൽ അവനെത്തി. ആ അടിമച്ചന്തയിൽ നിന്നും ഫറവോ രാജാവിൻ്റെ അംഗരക്ഷക സൈന്യത്തിൻ്റെ മേധാവിയായ പൊത്തിഫർ ജോസഫിനെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ വിലയ്ക്ക് വാങ്ങുമ്പോൾ 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും അവന് ശ്രേയസ് ഉണ്ടായി. ഈജിപ്തുകാരൻ യജമാന്റെ വീട്ടിലായിരുന്നു അവൻ. വീണ്ടും 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ 5-ാം വാക്യം, ആ ഈജിപ്തുകാരൻ തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ വചനഭാഗം നമ്മളൊന്ന് പെട്ടെന്ന് സൂചിപ്പിച്ച് പോയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഈ തിരുശേഷിപ്പുകളെ പറ്റി പറഞ്ഞപ്പോൾ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് തിരുശേഷിപ്പുകളെ പറ്റി പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പം 3 ഗ്രേഡിലുള്ള തിരുശേഷിപ്പ് എന്ന് പറയുമ്പം എ ഗ്രേഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്ന ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ നേരിട്ടുള്ള ശേഷിപ്പുകളാണ്. അസ്ഥിയും ആ ശരീരം അഴിച്ചിട്ടുണ്ടായ മണ്ണും ഒക്കെയാണ് എ ഗ്രേഡ് തിരുശേഷിപ്പ്. അത് വളരെ പവർഫുള്ളാണ്. നമ്മൾ ഏലീഷയുടെ കാര്യവും പൗലോസിൻ്റെ അംഗവസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ബി ഗ്രേഡ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ ഉപയോഗിച്ച വസ്തുക്കൾ, ഡ്രസ്സും മേശയും കസേരയും കട്ടിലും മുറിയും പെരുമാറുന്ന വീടും ഇടങ്ങളും അങ്ങനെ സാധനങ്ങളെല്ലാം കൂടെയാണ് ബി ഗ്രേഡ്. അതുപോലെ വളരെ ഗൗരവത്തോടെ ആ വ്യക്തിയിലുള്ള സാന്നിധ്യത്തിൻ്റെ പ്രത്യേകമായ ഇംപ്രിൻറ്റിങ് പതിഞ്ഞ ശക്തി നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കളാണ് നമ്മൾ കണ്ടു. 3-ാമത്തേത് സി ഗ്രേഡ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ 2 എ ഗ്രേഡ് ബി ഗ്രേഡുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ഇടവന്ന ഏതൊരു വസ്തുവും സി ഗ്രേഡിലേക്ക് വരും. അപ്പോൾ ഈ എ ഗ്രേഡ് തിരുശേഷിപ്പ് അൽഫോൻസാമ്മയുടെ അസ്ഥി കഷ്ണം, ആ അസ്ഥിയിൽ കൊണ്ട് തൊടുവിക്കുന്ന ഒരു തുവാല തുണിക്കഷ്ണമോ, ആ കബറിടത്തിൻ്റെ മേലിട്ടിരിക്കുന്ന ഒരു പൂവിൻ്റെ അതിലോ പൂവോ, അത് മുട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു കൊന്തയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സി ഗ്രേഡിലേക്ക് തിരുശേഷിപ്പായിട്ട് വരികയാണ്. ഈ കാര്യം നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇത് വെച്ച് നമ്മൾ തിരുശേഷിപ്പ് ആയിട്ട് പറയാൻ പറ്റുകയില്ലെങ്കിലും ഇപ്പം ജോസഫിൻ്റെ ഈ ഒരു പൊത്തിഫറിൻ്റെ വീട്ടിലെ അനുഭവത്തെപ്പറ്റി നമ്മളൊന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്കൊരു ഒരു കാര്യം കാണാൻ സാധിക്കും. ജോസഫിൻ്റെ ശരീരം, ജോസഫിൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് 41-ാമത്തെ അധ്യായത്തിൽ ഫറവോയുടെ മുമ്പിൽ ജോസഫ് ചെന്ന് സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിർത്തി സ്വപ്നം കേട്ട് വ്യാഖ്യാനം കൊടുത്തു കഴിയുമ്പോൾ ഫറവോ സേവകന്മാരോട് പറയുന്നൊരു വാക്യം 41-ാം അധ്യായത്തിൽ 38-ാം തിരുനാൾ കാണുന്നുണ്ട്. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യരെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു. കുടി എന്ന് വെച്ചാൽ പാർപ്പിടം, താമസിക്കുന്ന ഇടമെന്നാണ് അർത്ഥം. കുടികൊള്ളുക. ഇവന്റെ ജീവിതത്തിൽ ഇവന് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അപ്പൊ ജോസഫിന്റെ ശരീരം, ജീവിതം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ തിരുശേഷിപ്പ് എന്ന് പറഞ്ഞത് മരിച്ചു കഴിയുമ്പോഴുള്ള ശേഷിപ്പുകളാണ് തിരുശേഷിപ്പൊക്കെയാണ് വരുന്നത്. ദുശേഷിപ്പാകുന്ന സാധ്യതയുള്ളതും. ഇവിടെ നമ്മൾ ആ ഒരു കാര്യം വിട്ടിട്ട് ജോസഫിനെ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ജോസഫിൻ്റെ ശരീരം എ ഗ്രേഡ് തിരുശേഷിപ്പിൻ്റെ അവസ്ഥയിലാണ്. എ ഗ്രേഡ് തിരുശേഷിപ്പിൻ്റെ അവസ്ഥയിലാണ് ജോസഫിൻ്റെ ശരീരം. എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ആവർത്തിച്ച് ജോസഫിനെ കുറിച്ച് നമ്മൾ ഈ വിവരണത്തിൽ വായിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. 21-ാം അധ്യായത്തിൽ 39-ാം അധ്യായത്തിലും 21-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും
ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും എല്ലാം ഈ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന്റെ ബാക്കി 40-ാം അധ്യായത്തിൽ ഫറവ പറയുന്നതായ ദൈവത്തിന്റെ ആത്മ കുടികൊള്ളുന്നുണ്ട്. ഇതാണ് ജോസഫിന്റെ ലൈഫിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതിപാദനം, അല്ലെ ഏറ്റവും ആവർത്തിച്ചുള്ള ഉറപ്പിച്ചുള്ള പ്രസ്താവന. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ, ശരീരം തന്നെ എ ഗ്രേഡ് തിരുശേഷിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ ആ ഒരു കരുത്തിലാണ്. എ ഗ്രേഡ് തിരുശേഷിപ്പ്, ജീവനുള്ള തിരു സാന്നിധ്യമാണ് ജോസഫ്. ജീവനുള്ള തിരു സാന്നിധ്യം ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നു. തിരുശേഷിപ്പുമായിട്ട് ചെല്ലുമ്പോൾ, സെബസ്റ്റ്യാൻ തിരുശേഷിപ്പുമായിട്ട് പ്രദർശനമായിട്ട് ആൾക്കാർ പാർക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള കൃഷിയിലെ കീടബാധകളും മൃഗങ്ങളിലെ രോഗബാധകളും മനുഷ്യരിലെ പ്ലേഗബാധകളെല്ലാം വിട്ടുപോകുന്ന അനുഭവം നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് പ്രദർശനങ്ങൾ ആരംഭിച്ച് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ജോസഫിന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നത്. അപ്പൊ ജോസഫിന്റെ സാന്നിധ്യം എ ഗ്രേഡിലേക്ക് വരുമ്പോൾ ജോസഫ് കയറി ഇറങ്ങുന്ന വീടും പൊത്തിഫറിന്റെ വീടാണ്. ആ ജോസഫ് കിടക്കുന്ന കട്ടിലും ഇരിക്കുന്ന കസേരയും പെരുമാറുന്ന ഇടങ്ങളും ആ വീടിന്റെ മുറിയും പരിസരവും എല്ലാം ബി ഗ്രേഡിലേക്ക് മാറുകയാണ്. ബി ഗ്രേഡ്. അൽഫോൻസാമ തൊടുകയും എടുക്കുകയും പെറുക്കുകയും കിടക്കുകയും നടക്കുകയും ഇരിക്കുകയും ചെയ്ത ആ വീടും മുറിയും കട്ടിലും കസേരയും എല്ലാം ബി ഗ്രേഡായിട്ട് മാറി എന്ന് പറയുന്നവർ ജോസഫ് എടുക്കുകയും നടക്കുകയും പെരുമാറി ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന വീടും മുറിയും പരിസരങ്ങളെല്ലാം ബി ഗ്രേഡിന്റെ ഒരു കരുത്തിലേക്ക്, വിടുതലിലേക്ക് വരികയാണ്. തിന്മയെല്ലാം മാറുകയാണ് അവിടെ. അതിന് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. ജോസഫ് മൂലം ഈ പൊത്തിഫറിന്റെ വീട്ടില് അനുഗ്രഹമുണ്ടായി. എന്നിട്ട് അവന്റെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അവന്റെ വയലിലും ഉള്ള എല്ലാറ്റിനുമേ കർത്താവിന് അനുഗ്രഹം ഉണ്ടായി. വയലെന്ന് പറഞ്ഞ പറമ്പ്. ഈ പറമ്പ് എന്താണ്? ജോസഫ് പറമ്പിൽ പോയി ഇന്ന് പണിയുന്നില്ല. ജോസഫ് ഇവിടുത്തെ എല്ലാത്തിനും മേലാളാണ്. എങ്കിലും ജോസഫ് ഇടയ്ക്ക് ഈ പറമ്പിലൂടെ ഒന്ന് ചെല്ലാറുണ്ട്, പണിക്കാരെ നോക്കാൻ, പണികൾ പറഞ്ഞു കൊടുക്കാൻ. അല്ല, ജോസഫ് പണിക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അപ്പൊ ജോസഫിന്റെ ഒരു അകന്ന ഇടപെടലില് പെരുമാറ്റത്തിന് ഉള്ള ഇടമാണ് ആ പറമ്പ്, ആ വയല്, കൃഷിസ്ഥലം. അവിടെ വ്യത്യാസം ഉണ്ടായി അത്രേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തിരുശേഷിപ്പിനെ പറ്റി പറഞ്ഞതിന് പക്ഷേ സി ഗ്രേഡാണ്. സി ഗ്രേഡ്. എ ഗ്രേഡോ ബി ഗ്രേഡോ ആയിട്ട് ബന്ധിപ്പിച്ചെടുക്കുന്ന വസ്തുക്കളൊക്കെ സി ഗ്രേഡിന്റെ തലത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്ന അർത്ഥം എന്താണ്? പിശാചിന്റെ അവകാശങ്ങളെല്ലാം തീർന്നു കിട്ടുന്നു. പിശാചിന് അവകാശം ഇല്ലാത്തതായിട്ട് മാറുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഈ സി ഗ്രേഡിൽപ്പെട്ട വസ്തുക്കൾ പോലും. അപ്പൊ ഇവിടെ ഈ വയലും പറമ്പും കൃഷിയിടങ്ങളും വളർത്തുമൃഗങ്ങളും എല്ലാം സി ഗ്രേഡിലേക്ക് വരുന്നു. അങ്ങനെ ഈ ജോസഫ് എന്ന ഒറ്റ വ്യക്തിയുടെ സാന്നിധ്യം വഴിയായിട്ട് പൊത്തിഫറിന്റെ വീടും പറമ്പും വയലും കൃഷിയെല്ലാം ഒരു അനുഗ്രഹത്തിലേക്ക് വന്നു. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞ അർത്ഥം എന്താ? കർത്താവിന്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞു. കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ദൈവത്തിന്റെ സാന്നിധ്യം നിരക്കാത്ത മറ്റു സാന്നിധ്യങ്ങളും വിട്ടുമാറിപ്പോയി. പൈശാചികമായ സ്വാധീനങ്ങളെല്ലാം അവിടെ വിട്ടുമാറിപ്പോയി. ദൈവികമായ സാന്നിധ്യം കൊണ്ട് ആ വീടും പറമ്പും എല്ലാം നിറഞ്ഞു. ഇതല്ലേ നമുക്ക് നമ്മുടെ പറമ്പിലും വീട്ടിലും ഉണ്ടാവേണ്ടത്? നമ്മുടെ വീട്ടിൽ സംഭവിക്കേണ്ട ഇതല്ലേ? ഇതാണ് നമുക്ക് ഈ ഒരു നമ്മുടെ വീടുകളുടെയും പറമ്പുകളുടെയും എല്ലാം പൈശാചിക സാധനങ്ങളെ വിടുവിച്ചെടുക്കാനുള്ള മാർഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവൻ്റെ പ്രായോഗിക വശത്തിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന കാര്യം. അപ്പൊ നമ്മുടെ ഈ ഒരു വിചിന്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടൊരു കാര്യം ചേർത്ത് വെക്കാനായിട്ട് ചിന്ത വരികയാണ്. പുറപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുകയുണ്ടായ ദൈവം 1 മുതൽ വാക്യങ്ങളില് ഹോറേബ് മലയിൽ ഇറങ്ങി വരുന്നു, മുൾപ്പടർപ്പിൽ കത്തിയിരുന്ന അഗ്നിയായിട്ട് കാണപ്പെടുന്നു. മോശ കയറി ചിലർ പറയുന്നു, ഈ സ്ഥലം പരിശുദ്ധമാണ്, ചെരുപ്പഴിച്ചു മാറ്റുക, അവിടെ ചെരുപ്പിട്ട് അനാഥരായിട്ട് പെരുമാറരുത് എന്ന് നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിച്ചു വന്നതാണ്. നമ്മളിപ്പോൾ ഈ എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആ അഗ്നി നിന്ന് കത്തുന്ന മുൾപടർപ്പ് ഒരു എ ഗ്രേഡിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അഗ്നി നിന്ന് കത്തുകയാണ്. ആ മുൾപടർപ്പിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കും, ജ്വലിച്ചു നിൽക്കുകയാണ്. അത് എ ഗ്രേഡാണ് ആ മുൾപടർപ്പ്. ഇനി ആ മുൾപടർപ്പിന്റെ നിൽക്കുന്ന വേദിയായ ആ സ്ഥലം അത് ബി ഗ്രേഡിലേക്ക് വന്നിരിക്കുക. എന്തുകൊണ്ടാണ്? ആ മുൾപ്പടർപ്പിന്റെ സാന്നിധ്യം ഇലകൾ വീട് കിടക്കുന്നു, വേരുകളും മണ്ണിനകത്തൂടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ആ മുൾപ്പടർപ്പോട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒരു വ്യക്തി നേരിട്ട് ഇടപെടുന്ന വസ്തുക്കൾ പെരുമാറുന്ന മുറിയെല്ലാമാണ് ബി ഗ്രേഡ് തിരുശേഷിപ്പാകുന്നത് മരിച്ചു കഴിയുമ്പോൾ. ഇവിടെ ജോസഫ് നബി പറഞ്ഞ പോലെ തിരുശേഷിപ്പല്ല, തിരു സാന്നിധ്യം.
ഈ ബി ഗ്രേഡിന്റെ അവസ്ഥയിലേക്ക് ആ ചെടി നിൽക്കുന്ന, മുൾപ്പടപ്പ് നിൽക്കുന്ന ആ ഒരു തിട്ട മണ്ണ്, ആ ഒരു സ്ഥലവും കൂടെ മാറി വിശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവിടെ ചെരുപ്പിട്ട് ചവിട്ടരുത് എന്ന് തമ്പുരാൻ പറയുന്നത്. ഇനി മോശ അങ്ങോട്ട് കടന്നു വരുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് മോശയോട് കയറി ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ മോശയുടെ ജീവിതം തന്നെ ഒരു സി ഗ്രേഡിലേക്ക് മാറുകയാണ്. സി ഗ്രേഡ്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് മോശ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മൾ പുറപ്പാട് പുസ്തകത്തില് മോശയുടെ അനുഭവങ്ങൾ വായിച്ചു വരുമ്പം മലമുകളിൽ കയറി ദൈവത്തിന്റെ കൂടെ ദൈവമായിട്ട് മോശ സംസാരിച്ചിരിക്കുമ്പോൾ മോശയുടെ മുഖം ഇങ്ങനെ ശോഭിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു സംഭവം പുറപ്പാട് പുസ്തകത്തിലെ 34 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 29 വാക്യങ്ങളിൽ 2 സാക്ഷ്യഫലങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ഇത് ഹോറേബിലെ മുൾപ്പടർപ്പില് ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച് നമ്മൾ പറഞ്ഞു വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ മോശ ദൗത്യം ഏറ്റെടുത്ത് ഈജിപ്തിലേക്ക് പോയി ഫറവോയുടെ മുമ്പിൽ പോയി അടയാളങ്ങൾ കാണിച്ച് ഫറവോയുടെ പക്കൽ നിന്നും ശക്തമായ ദൈവകരങ്ങളാൽ ജനത്തെ വിടുവിച്ചെടുത്ത് പുറത്തേക്ക് വന്ന് ചെങ്കടലിൽ കടത്തി സീനാ മരുഭൂമിക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ തമ്പുരാൻ മോശയോട് നേരത്തെ പറഞ്ഞിരുന്നു, നീ ജനത്തെയും കൊണ്ട് ഇവിടെ തന്നെ വരും, എനിക്ക് ആരാധന അർപ്പിക്കാൻ വരും. അങ്ങനെ ആരാധന അർപ്പിക്കാൻ ജനത്തെ വിടണമെന്ന് പറഞ്ഞാണ് ഫറവോയുടെ പക്കൽ മോശ പറയുന്നത് നമ്മൾ ചരിത്രമായി കാണാൻ പറ്റും. അങ്ങനെ മോശ ജനത്തെയും കൊണ്ട് ഈ മലയിലേക്ക് വന്നു. അങ്ങനെ വന്ന് നമുക്കറിയാം, ആദ്യം മലമുകളിൽ കയറിയപ്പോൾ താഴെ ജനങ്ങൾ അഴിഞ്ഞാടി കാളക്കുട്ടിയെ ഉണ്ടാക്കി, സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച് അങ്ങനെ തിന്മ ചെയ്തു. മോശ ഇറങ്ങി വന്ന് അതെല്ലാം ശകാരിച്ച് തകർത്ത് കളഞ്ഞു. ഈ ഉടമ്പടി പത്രിക അദ്ദേഹം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ വീണ്ടും തിരിച്ചു കയറിച്ച് ജനത്തെ കൊണ്ട് പശ്ചാത്താപം എല്ലാം പ്രാവശ്യത്തെ ജയിച്ചിട്ട് വീണ്ടും മോശ മലമുകളിൽ 40 ദിവസം വീണ്ടും ദിനരാത്രികൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കിടന്ന് തമ്പുരാന്റെ ഇത് ഉടമ്പടി പത്രം വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് തിരുമ്പി ഇറങ്ങി വരുന്ന രംഗം ഇപ്പോൾ നമ്മൾ പറയുന്നത് 34 അധ്യായം പുറപ്പാട് പുസ്തകത്തില്. അവിടെ 20 വാക്യം, മലയിൽ നിന്ന് മോശ താഴേക്ക് ഇറങ്ങി വന്നു, ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. മോശ അറിഞ്ഞില്ല തന്റെ മുഖം തേജോമയമായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. അപ്പൊ മോശ ഇറങ്ങി വരുമ്പോൾ അഹ്റോനും മറ്റും ഇസ്രായേൽക്കാരും അടുത്തോട്ട് വരുന്നില്ല. അവർ പേടിച്ച് മാറി നിൽക്കുക. മോശക്കാരും മനസ്സിലായില്ല സംഭവം എന്നുള്ളത്. അഹ്റോനും സമൂഹമൊക്കെ അടുത്ത് ചെന്നു. മോശ വിളിച്ചു കഴിഞ്ഞപ്പോൾ മോശയോട് സംസാരിച്ചു. അനന്തരം സീനായി മലയിൽ വെച്ച് കർത്താവിനോട് പറഞ്ഞ് സംസാരിച്ചെല്ലാം അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. മോശയ്ക്ക് മനസ്സിലായി എന്താ ഇവിടെ പ്രശ്നം എന്നുള്ളത്. അവർക്ക് നോക്കാൻ പറ്റുന്നില്ല മോശയുടെ മുഖത്തോട്ട്. സൂര്യനെ നോക്കുന്ന അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നോക്കുന്ന പോലെ അവർ കണ്ണഞ്ചി പോവുകയാണ്. അത് മനസ്സിലായി മോശ പിന്നെ മൂടുപടം കൊണ്ട് ഇങ്ങനെ മുഖം മറച്ചു. അവന് കർത്താവിനോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴെല്ലാം അവിടുന്ന് പുറത്തു വരുന്നവരെ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നെ കൽപ്പിച്ച പേര് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. 35 വാക്യം, ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു, മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാനകത്ത് പ്രവേശിക്കുന്നവരെ മോശ മുഖം മറച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം, ഇതൊരു വളരെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു വിശദാംശം തന്നെയാണ്. ഞാൻ പറഞ്ഞു, മുൾപ്പടപ്പിന്റെ പക്കലേക്ക് മോശ കയറി ചെല്ലുമ്പോൾ ചെരുപ്പഴിച്ച് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ചെരുപ്പഴിച്ച് മാറ്റി മോശ കയറി അവിടെ നിൽക്കുമ്പോൾ ആ ഒരു ദൈവിക സാന്നിധ്യം മോശയിലേക്ക് കുതിർന്നിറങ്ങിയിട്ട് മോശ അങ്ങനെ 40 ദിനരാത്രങ്ങൾ മലമുകളിൽ ചെലവഴിച്ച് കഴിഞ്ഞു. 2ാമത്തെ പ്രാവശ്യം അപ്പോഴേക്കും മോശ പോലും ആ ദൈവികമായ ചൈതന്യം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലേക്ക് വന്നു, രൂപാന്തരപ്പെടുകയാണ്. ഈശോ മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരപ്പെട്ടു നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊരു പ്രാർത്ഥനയിലും സംഭവിക്കേണ്ട അനുഭവം ഇങ്ങനെ തന്നെയാണ്. ദൈവത്തോട് ചേർന്നായിരിക്കുന്ന വ്യക്തി ദൈവികമായ സാന്നിധ്യം നിറയുമ്പോൾ ദൈവികമായ ചൈതന്യം നിറഞ്ഞതായിട്ട് രൂപാന്തരപ്പെടുന്നു, മാറി മാറി വരുന്നു. ദൈവത്തെ പറ്റി പറയുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു പരാമർശമാണ് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ജ്വലിക്കുന്ന അഗ്നിയിൽ കാണപ്പെട്ടു. മുൾപ്പടർപ്പിൽ അങ്ങനെയാണ്. ഈശോ തന്നെ ലൂക്ക 12 പറയുന്നതിനെ ഭൂമി തീയിടാനായിട്ട് വന്നിരിക്കുന്നു. പണ്ട് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ഹെബ്രായ ലേഖനത്തില് ഇതേ കാര്യം തന്നെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് 12ാം അധ്യായത്തില് 29ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, ഞാൻ തീയിടാൻ വന്നിരിക്കുന്നു. പണ്ടേ കത്ത് ജ്വലിച്ചിരുന്നെങ്കിൽ ആ ഒരു തീയിടല് സംഭവിച്ചത് പെന്തക്കോസ്തായിലാണ്. നമുക്കറിയാം, പെന്തക്കോസ്തായിൽ കിടന്ന അഗ്നി നാവുകളായിട്ട് അഗ്നി ഇറങ്ങി വന്നു. നമ്മൾ ഇതിനെപ്പറ്റി ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. അങ്ങനെ അഗ്നി ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് അപ്പോസ്തലന്മാർ എല്ലാവരും മാറി. അതിന്റെ തീഷ്ണത കൊണ്ട് അവർ ജ്വലിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം തീയോടടുത്ത് പെരുമാറുന്ന
ഒരു വ്യക്തിക്ക് ജ്വലിക്കാതിരിക്കാൻ പറ്റത്തില്ല. തീക്കകത്തേക്ക് ഇടുന്ന ഒരു ഇരുമ്പ് കഷ്ണം 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂർ തീക്കകത്ത് കിടന്നിട്ട് പുറത്തേക്ക് എടുത്തു കഴിയുമ്പം അങ്ങോട്ട് ഇട്ടതുപോലെ തന്നെ നല്ല തണുത്തിരിക്കുന്നു ആർക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അത് ചുട്ട് പഴുത്തിരിക്കും. ചുട്ട് പഴുത്തില്ലെങ്കിൽ തന്നെ ചൂട് പിടിച്ച് വല്ലാണ്ട് തൊടാൻ മേലനായി പോയി കഴിഞ്ഞിരിക്കും. അത്രയും ചൂട് പിടിച്ചിരിക്കും. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പക്കലേക്ക് വരുമ്പോൾ ആ മുൾപ്പടർപ്പിന്റെ ചുറ്റും നിൽക്കുമ്പോൾ മോശയിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാവുകയാണ്. എന്ന് പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ മോശയുടെ ഈ അനുഭവത്തിലും എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, മുൾപ്പടർപ്പ് എ ഗ്രേഡ്, ആ തിട്ട ബി ഗ്രേഡ് ചെയ്ത് കടന്നിരുന്ന മോശ സി ഗ്രേഡ്, ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഇപ്പൊ ജോസഫിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജോസഫ് എ ഗ്രേഡ് നിൽക്കുന്നു, ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ്. ജോസഫ് പെരുമാറുന്ന മുറിയും വീടും എല്ലാം ബി ഗ്രേഡിലേക്ക് വരുന്നു. ജോസഫ് ഇടയ്ക്ക് അറിയിച്ചിരുന്ന പറമ്പും കൃഷിയും ദേഹണ്ഡങ്ങളും എല്ലാം വളർത്തുമൃഗങ്ങളെല്ലാം സി ഗ്രേഡിലേക്ക് വരുന്നു. ഇതെല്ലാം ഒരു വിശുദ്ധീകരണ പ്രക്രിയ കാണിക്കുന്നതാണ്. ഈ ഒരു പ്രക്രിയയാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, പറമ്പുകളിലേക്ക് ആഴപ്പെടുത്തി എടുക്കേണ്ടത്. ഇത് നമുക്ക് നിരന്തരം ചെയ്യാനായിട്ട് സാധിക്കും. നിരന്തരം എന്നോണം ചെയ്യണം. മോശ മലമുകളിൽ 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥന ചെലവഴിച്ചു. അപ്പോഴാണ് ഇങ്ങനെ മുഖം തേജസ് നിറഞ്ഞായിട്ട് മാറുന്നത്. നമ്മൾ ധ്യാനിക്കാനാക്കി പോയി ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ തെളിച്ചമുണ്ടാകുന്ന അനുഭവം നമുക്ക് നിരന്തരമുണ്ട്. ധ്യാനിച്ചിട്ട് വരുമ്പോൾ ആൾക്കാർ പറയും, തെളിഞ്ഞല്ലോ, എവിടെയാ ധ്യാനിക്കാൻ പോയതല്ലേ, കണ്ടറിയുന്ന തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം നല്ലൊരു തെളിച്ചം. അത് മുഖത്തിന്റെ വെറും തെളിച്ചം മാത്രമല്ല, നമ്മുടെ ഉള്ളിന് കിട്ടുന്ന ഒരു ആർജവത്വം, ലാഘവത്വം, ഒരു പ്രകാശം, അത് പ്രസരിക്കുന്നതാണ് നമ്മുടെ മുഖത്തോട് പോലും. വിശുദ്ധരുടെയൊക്കെ മുഖങ്ങൾ അങ്ങനെ പ്രകാശമുള്ളതായിട്ട് കാണപ്പെടുന്നതിന്റെ കാരണം അങ്ങനെ തന്നെയാണ്. കൊച്ചറേസ്യയുടെ ഒക്കെ മുഖം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് നമുക്ക് മുഖത്തിന്റെ തേജസ് ഇതിങ്ങനെ ഫോട്ടോഷോപ്പിലൊന്നും പറഞ്ഞ് തെളിച്ചെടുക്കുന്നതല്ല. ദൈവിക ചൈതന്യം, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വ്യക്തികളാണ്. ആ സാന്നിധ്യം ഇങ്ങനെ തെളിയുകയാണ്. അതുകൊണ്ട് ഈ വ്യക്തികൾ പെരുമാറുന്നിടത്തല്ല അതിൻ്റെ ആ ഒരു പ്രസരണം ഉണ്ടായിട്ട് ഇംപ്രിന്റിങ് നടക്കുകയാണ്. നമ്മളതേപ്പറ്റി കണ്ടല്ലോ. തിന്മയുടെ പ്രവർത്തി സംഭവിക്കുകയാണ്, അത് ഇംപ്രിന്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞ വ്യക്തികൾ പെരുമാറുമ്പോൾ അവിടെയെല്ലാം നന്മയുടെ ഒരു ഇംപ്രിന്റിങ് നടക്കുകയാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ, നമുക്ക് ചിന്തകൾ ഇപ്പോൾ ഉപസംഹരിക്കാം. അടുത്ത സെഷനിൽ നമുക്ക് അതിന്റെ ബാക്കി പ്രായോഗികമായിട്ട് കുറച്ച് ചിന്തിക്കണം. അപ്പൊ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വീടും പറമ്പും പരിസരങ്ങളും എല്ലാം വിശുദ്ധീകരിച്ചെടുക്കുവാനായിട്ട് ഉള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് വചനം പറയുന്നത്. നമ്മൾ ആവർത്തിച്ച ദിവസങ്ങൾ കണ്ടതായ റോമ 8:19 വാക്യങ്ങളിൽ ഈ സൃഷ്ടപ്രപഞ്ചം വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ട് ഈറ്റുന്നവ് അനുഭവിച്ചു നെടുവീർപ്പെട്ട് അങ്ങനെ വിലപിക്കുന്നു. അവർ കാത്തിരിക്കുകയാണ് ദൈവമക്കൾ വെളിപ്പെടാൻ. ആ ദൈവമക്കൾ ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. എൻ്റെ വീട്ടില്, എൻ്റെ പറമ്പില് ഓണായി ഉണർന്ന് ശോഭിച്ച് നിറഞ്ഞു വരേണ്ട ദൈവമകള്, ദൈവമകന് ഞാനാണ്. ഞാനെന്ന വ്യക്തി ദൈവമകളായിട്ട്, മകനായിട്ട് ആ വീട്ടില്, ജോസഫ് പുത്തിപ്പന്റെ വീട്ടില് കയറി ഇറങ്ങി പെരുമാറുകയും നടക്കുകയും എടുക്കുകയും പറമ്പിൽ പോവുകയൊക്കെ ചെയ്തിരുന്ന പോലെ എൻ്റെ വീട്ടിൽ ഞാൻ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ ആ വീടും പരിസരവും എല്ലാം സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും സ്വതന്ത്രമാകും. കൊച്ചറേസ്യ 4 വയസ്സുകാരി പെൺകുട്ടി പ്രസാദപരാവസ്ഥയിൽ അവളെ കാണുമ്പോൾ കുട്ടിപ്പിശാചികൾ ഓടുന്നു. സ്വപ്നം ദൈവം കൊടുത്തതാണ്. അവർ പറയാണ്, ഓർത്തിരിക്കാൻ അവസരം ദൈവം എനിക്ക് തന്നു. 24-ാം വയസ്സ് മരിക്കാൻ കിടക്കുമ്പോഴും അത് എഴുതി വെക്കാൻ അവസരം കിട്ടി. അങ്ങനെ നമുക്കത് വായിച്ചു കേൾക്കാൻ അവസരം കിട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? കൊച്ചറേസ്യയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നാം ഓരോരുത്തർ പ്രസാദപരാവസ്ഥയിൽ ദൈവസാന്നിധ്യം നമ്മിലും നാം ദൈവസാന്നിധ്യത്തിലും ആ അവസ്ഥ ജീവിച്ചുകൊണ്ട് പെരുമാറുമ്പം നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മൾ വിശുദ്ധീകരിച്ച് സകല തിന്മയുടെ സ്വാധീനം വിടുവിച്ചെടുക്കുകയാണ് ചെയ്യുക. കുറേ കൂടെ അതിനെപ്പറ്റി നമുക്ക് പ്രായോഗികമായിട്ട് തന്നെ ആഴപ്പെട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത സെഷൻ അതിലേക്ക് വരാം. ഇപ്പം നമുക്ക് ഒരു നിമിഷം ഈശ്വര മുമ്പിൽ പ്രാർത്ഥനാപര ഉള്ളങ്ങൾ ചേർക്കാം. മാനവരക്ഷകനേ, നരനു വിമോചന മേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ. കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവാസ്തരൂപനായി ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങയുടെ തിരുസാന്നിധ്യം സജീവമായി എൻ്റെ ഈ മുറിയിൽ, എൻ്റെ ഈ വീട്ടിൽ, ഞാനായിരിക്കുന്ന ഇടത്ത് ഞാൻ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. ഹോറോമലിലും ഉൾപ്പടപ്പിൽ അങ്ങ് കടന്നു വന്നപ്പോൾ ആ സ്ഥലവും കടന്നു ചെന്ന മോശ പോലും വിശുദ്ധീകരിക്കപ്പെട്ടല്ലോ. ഈശോ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഈ സമയം ഈ രീതി നൽകുന്നത് വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് അരൂപി ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു. അരൂപിക്കടുത്ത് ദീപികാരൻ്റെ സ്വീകരണം ഈശോയെ വിശുദ്ധ പിതാക്കന്മാർ ഞാൻ കാണിച്ചു തരുന്ന മാതൃകയാണല്ലോ. ഈ സമയം അരുളിക്കയിൽ അങ്ങയുടെ ദീപികാരൻ്റെ സാന്നിധ്യം വീക്ഷിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ഈശോ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ഇപ്പോൾ അരൂപിക്കടുത്ത് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ മക്കളിലേക്ക് അണഞ്ഞ് അങ്ങയെ ദീപികാരുടെ നാഥനായിട്ട് അപ്പമായിട്ട് സ്വീകരിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല, ഒരു പക്ഷേ ഇന്ന് സാധിച്ചിട്ടില്ല. ഈശോയെ അരൂപിയിൽ അങ്ങ് എൻ്റെ മക്കൾ കടന്നു വരണം ഞാൻ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ തിരസ്കരിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങയുടെ സാന്നിധ്യങ്ങൾ എൻ്റെ ഹൃദയം നിറയട്ടെ. അങ്ങയുടെ തിരുസാന്നിധ്യം നിരക്കാത്ത രീതി വന്നുപോയ പാപങ്ങളെല്ലാം ഈശോയെ ഞാൻ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ അറിയാതെയോ വന്നുപോയ കുറവുകൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം എന്നെ വന്നുപോയ സകല വീഴ്ചകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ ആ പാവമെല്ലാം അങ്ങ് തിരക്കത്തെ കഴുകണമേ ഞാൻ യാചിക്കുന്നു. ഈശോ പാവമെല്ലാം പൂർണ്ണമായിട്ട് നീക്കിക്കളയാനായി പാപപരിഹാരം ബലിയായി സ്വയം മുറിച്ചു നൽകിയ ഈശോയെ അങ്ങ് അരൂപിക്കടുത്ത് എൻ്റെ കടന്നു വരണമേ. നിങ്ങളുടെ സാന്നിധ്യം എന്നിൽ നിറഞ്ഞ് ജ്വലിക്കട്ടെ. ഹോറമലിലെ മുൾപ്പുറപ്പ് കത്ത് ജ്വലിച്ചതുപോലെ അങ്ങയുടെ തിരു സാന്നിധ്യം എന്നെ ജ്വലിക്കാൻ ഇടവരട്ടെ. അതുവഴി ഞാനിപ്പോൾ പൊട്ടുപൊത്ത് നിൽക്കുന്ന പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുന്ന ഈ മുറി, ഞാൻ ഇരിക്കുന്ന കസേര, ഞാൻ പെരുമാറുന്ന ഈ വീട് മുഴുവനും കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ കുതിരിട്ട് നിറയട്ടെ. ജോസഫ് അങ്ങയുടെ ആ രൂപി കൊണ്ട് നിറഞ്ഞ് പൊത്തിപ്പറിന്റെ വീട്ടിൽ കയറി ഇറങ്ങി പെരുമാറിയപ്പോൾ ആ വീട്ടിലെങ്ങും ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞ് സകലവിധ ശാപങ്ങളും തിന്മയുടെ അവകാശങ്ങളും സ്വാധീനങ്ങളും എല്ലാം വിട്ടുമാറി വലിയ അനുഗ്രഹം ഉണ്ടായ വീടിന് മുഴുവനും വയലിലും പറമ്പിലും കൃഷിയിലും പോലും ഉണ്ടായി എന്ന് വചനം സാക്ഷിക്കുന്നത് ഈശോ ഞങ്ങൾ കൊതിയോടെ നോക്കി കാണുന്നു. ജോസഫിനെ പോലെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു വസിക്കണമേ. ഞങ്ങളുടെ വീടും പറമ്പും സാഹചര്യങ്ങളിൽ ഒരുപാട് തിന്മയ്ക്ക് അടിപ്പെട്ടു പോയതും അവകാശം കിട്ടിപ്പോയതുമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ആ പറമ്പും വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പൂർവികരോ കുടുംബാംഗങ്ങളോ മറ്റു വ്യക്തികളോ വഴി സകല കുറവുകൾക്കും പോരായ്മയ്ക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നിത്യപിതാവേശയുടെ പരിഹാരം വരുന്ന അന്തമായ യോഗ്യതകളെ പരിഹാരത്തിനാണ് ഞാൻ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് യോസഫിൽ ആ സാന്നിധ്യം നിറഞ്ഞ ആ വീട്ടുമാറ്റം ഉണ്ടായതുപോലെ അങ്ങയുടെ തിരുസാന്നിധ്യം വഴി ഞങ്ങളുടെ കുടുംബത്തിലും പരമ്പരയെല്ലാം വലിയ മാറ്റമുണ്ട്. അനുഗ്രഹം നിറഞ്ഞ ഇടമാക്കി ഇതിനെ മാറ്റാൻ ഈശോയെ അങ്ങയുടെ കൃപ സാന്നിധ്യ സഹായം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിപുല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും കുടുംബങ്ങളെയും ഭവനത്തെയും വസ്തുക്കളെല്ലാം ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കർത്താവായ ദൈവവ്യവസ്ഥ കത്തോലിക്കാ സഭയുടെ എളിയ ദാസനും കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും കലാരൂപതയുടെ വാഗവൻ മണ്ഡലമ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ അങ്ങയുടെ ദീപികാരന്റെ സാന്നിധ്യം കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് ഈ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദം ഞാൻ നൽകുന്നു. അങ്ങേ മക്കൾക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളെല്ലാം ഈ നിമിഷം സമൃദ്ധമായ മക്കളിലേക്ക് ഒഴുകി നിറയട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ നമ്മളെല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗങ്ങളും കൂടെ വളരെ പ്രത്യേക വീടുകളുടെ വസ്തുക്കളും പറമ്പുകളോടും ദേഹങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായി മധ്യസ്ഥ പ്രാർത്ഥന വഴിയും ത്യാഗങ്ങൾ സമർപ്പിച്ചും ദൈവരാജ ശുശ്രൂഷയ്ക്കായിട്ട് സഹകരിക്കുന്ന ഓരോരുത്തരോട് 100 ഇരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.